ഇന്ന് പകൽ സ്വർഗം നമ്മളോട് ഇടപെടുന്ന ഒരു പകലായി തീരും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരു പുരോഗതിയിൽ കൂടി കടന്നു പോകണമെന്നുള്ളതാ. ഒരു പുരോഗതി ഓരോ ദിവസവും ഉണ്ടാകണം. ജീവിതത്തിൽ ആരാ അഭിവൃദ്ധി ആഗ്രഹിക്കാത്തവർ? ജീവിതത്തിൽ ആരാ അഭിവൃദ്ധി ആഗ്രഹിക്കാത്തവർ? അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരും. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, പ്രമോഷൻ ആഗ്രഹിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സുകൾ തുടങ്ങുന്നു, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വിടുന്നു, വിദേശ രാജ്യത്തിലേക്ക് പോകാൻ അവസരങ്ങൾ കിട്ടിയാൽ വഴിയൊരുക്കി കൊടുക്കുന്നു, വീടുകൾ പണിയുന്നു, വീടുകൾ പുതുക്കി പണിയുന്നു, വാഹനങ്ങൾ നമ്മൾ മാറി മേടിക്കുന്നു. എല്ലാം കാലാനുസൃതമായ ഒരു പുരോഗതി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അങ്ങനെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ഒരു ത്വര തന്നെ, ഒരു പുരോഗതി എല്ലാ മേഖലകളിലും, ഒരു വളർച്ച എല്ലാ മേഖലകളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക. എന്നാൽ കാലം കടന്നു പോയപ്പോൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പുരോഗതി, വളർച്ച, വ്യത്യാസം വന്നു എന്നൊക്കെ പറയുന്നത് അവന്റെ ഭൗതിക മണ്ഡലത്തെ ഊന്നിയല്ല. വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠം അവന്റെ ആത്മീക പുരോഗതിയും ആത്മീക വളർച്ചയും മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളും ഇത് മനസ്സിലാക്കണം. അടുത്ത സമയത്ത് ഞാൻ പല പഠനങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം, ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കുകൾ എടുത്തപ്പോൾ ഒരു 95% പേരും, 100-ൽ 95 പേരും ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടല്ല. വൻ ധനികരവരൊക്കെ. സമ്പത്തിന് ഒരു കുറവും അവരുടെ ഒന്നും ജീവിതത്തിലില്ല. ധനം ഇഷ്ടം പോലെയുണ്ട്. ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ തന്നെ ഒരു പ്രൊഫസറും ഹസ്ബൻഡും കൂടി കുഞ്ഞുമായി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. പ്രൊഫസർ ലേഡിയാണ്, നല്ല ഉദ്യോഗമാണ്, ഹസ്ബൻഡ് ബിസിനസ്സുകാരൻ. സ്റ്റാറ്റസിന് കുഴവമൊന്നുമില്ല, വരുമാനത്തിനും ബിസിനസ്സിനും ജോലിക്കും കുറവില്ല. പക്ഷെ ജീവിതം അവർ മടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാ. കഫേ കോഫി ഡേ എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്ഥാപനത്തിന് ഉടമ സിദ്ധാർത്ഥ് റേ തന്റെ വീടിനടുത്തുള്ള നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അസറ്റ് അളന്നാൽ കോടികളാ. എത്ര കോടി എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ജീവിതം അദ്ദേഹം മടുത്തു. ചെറിയ ചെറിയ കടങ്ങളുടെ മുന്നിൽ അധൈര്യം തന്റെ മേൽ വ്യാപരിച്ചു. അധൈര്യത്തിന്റെ ശക്തി തന്റെ മനസ്സിനെ മടുപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഭംഗിയായ സ്ഥാപനം നടത്തുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ലോട്ടറി, ഒരുവൻ എടുത്ത് ലോട്ടറി അടിച്ചു പോയാൽ പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാ അവന്റെ ഫോട്ടോ വരുന്നത്, അല്ലെങ്കിൽ പ്രധാന കോളത്തിൽ വരും. അതിന്റെ മേളിലെ തലക്കെട്ടെന്താ? ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യവാൻ എന്നുള്ളതാ. ലോകത്തിന്റെ കാഴ്ചപ്പാട് ഒരു ലോട്ടറി അടിക്കുകയോ ധനം കയ്യിൽ വരികയോ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്താൽ അവനെ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ, ദൈവവചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം, ഈ ലോകത്തിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നവരെക്കാൾ കർത്താവിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാരെ ഭാഗ്യവാൻ എന്ന് സംബോധന ചെയ്യുന്ന ഒരു പുസ്തകത്തിലാ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുരോഗതി നമ്മളിൽ എല്ലാവരിലും സംഭവിക്കണം എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചത് തന്നെ ഒരു ഭൗതിക പുരോഗതിയെ ഊന്നിയല്ല, ആത്മീക പുരോഗതിയെ ഊന്നിയാണ്. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിൽ ഒരു മനോഹര വാക്യമുണ്ട്. എന്താ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി വേണ്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകി തരാം. Seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. വേണ്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകി തരാം. എന്നാൽ കാലം കടന്നു പോയപ്പോൾ, കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മുടെ സമൂഹത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം, ഭൗതിക പുരോഗതിയും സമൃദ്ധിയിലും നമ്മൾ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ അറിയാതെ കൈമോശം വന്ന മണ്ഡലം നമ്മുടെ ആത്മീക മണ്ഡലമാ. പ്രൈസ് ദി ലോർഡ്.
കാലത്തിന്റെ കടന്നുപോക്കിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഭാരങ്ങളും നമുക്ക് നേരെ ശക്തമായപ്പോൾ ഭൗതിക മേഖലകളിൽ പലതും ഉണ്ടെന്ന് എടുത്തു പറയുവാനും ലിസ്റ്റ് പറയുവാനും എനിക്കും നിങ്ങൾക്കും ഉണ്ടായപ്പോൾ ആത്മീക മേഖലയിൽ ശോഷിച്ചും ക്ഷീണിച്ചും തളർന്നും പോയ ഒരു മണ്ഡലമായി നമ്മുടെ മണ്ഡലത്തെ പിശാച് ഒതുക്കിക്കളഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഉറപ്പായി പറയുന്നു, കാണുന്നതിനെ അല്ല കാണാത്തതിനെ മുറുകെ പിടിക്കുന്ന ദൈവശക്തിയുടെ ഒരു ആത്മവീര്യം ഇന്ന് പകൽ നമ്മുടെ മൺകൂടാരങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പകലായി തീരണം. എല്ലാവരും അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ബലഹീനമാക്കിയ പോരുകളുടെ മേൽ, ക്ഷീണിപ്പിച്ചു കളഞ്ഞ മണ്ഡലങ്ങളുടെ മേൽ, ശക്തിയെ ചോർത്തിക്കളഞ്ഞ പൈശാചിക പോരുകളുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭ ഇന്ന് പകൽ ജയമെടുത്തേ മതിയാകൂ. ഓ ശബ രഗന പ്രൗഢമന ബബശ. ഇന്ന് പകൽ ആരെങ്കിലും ദൈവസന്നിധിയിൽ ചിന്തിക്കുന്നുണ്ടോ, പ്രായമായി പോയി, ഞാനിങ്ങനെ തുള്ളിച്ചാടി ആരാധിക്കേണ്ടത് സമയമൊക്കെ കഴിഞ്ഞു, പണ്ടൊക്കെ ഒത്തിരി ആരാധിച്ചതാ, ഇനി പിള്ളേരൊക്കെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഉള്ളു തുറന്നു പറയാം. ആരാധന എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ഞാൻ താഴോട്ട് വരുന്നുണ്ട്. സ്തുതി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ബൈബിളിൽ ഒരു മനോഹര വാക്യം, ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. സ്തുതി എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്തോത്രമല്ല, അത് ആരാധനയാണ്. ആരാധനയാണ്. ചെല്ലക്കാട് ദൈവസഭയിൽ സ്തുതി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയുള്ളതല്ല. ദൈവസഭ ഒരുമിച്ച് ഇന്ന് പകൽ അവന്റെ നാമത്തെ ഉയർത്തുന്ന പകലായി തീരട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബ ശമന റിഖമന പ്രൗഢമന. അതരത്തെ ഒന്ന് വിട്ടുകൊടുത്തേ, അതരത്തെ ഒന്ന് വിട്ടുകൊടുത്തേ. ഓ ചലിക്കാത്ത പ്രാണികൾ ചലിക്കുമെന്ന് വേദപുസ്തകത്തിൽ ദൂതുണ്ടെങ്കിൽ ഇന്ന് പകൽ ജീവനുള്ളതൊക്കെ ദൈവസന്നിധിയിൽ പ്രതികരിക്കട്ടെ. ഹല്ലേലൂയ. ശബല രമന ഹസ്കനാദര പ്രൗഢമന റിഖമന. അഭിഷേകം ജ്വലിപ്പിക്കണം ദൈവമക്കളെ. അത് ബലഹീനതയിൽ തളർന്നു പോകുന്നതാകരുത്. ബലഹീന ശരീരങ്ങൾ ദൈവശക്തിയിൽ ബലപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ അതരം തുറന്നൊന്ന് സ്തുതിക്കാൻ കഴിയാത്തത്? മരിച്ചു കഴിഞ്ഞാൽ വാ തുറന്നിരിക്കുകയാണെങ്കിൽ സ്റ്റിച്ചിട്ട് വെക്കും, നമ്മൾ അറിയത്തില്ല. കാരണം വാ തുറന്നിരിക്കുന്ന ഒരു വിരൂപമായ അവസ്ഥയാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഹാരം കഴിക്കാൻ വാ തുറക്കുന്ന നമ്മൾ, വീട്ടിൽ ഭാര്യയും ഭർത്താവിനെ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ തിരുത്താൻ വാ തുറക്കുന്ന നമ്മൾ, കുഞ്ഞുങ്ങളുടെ നേരെ ഗർജിക്കുന്ന നമ്മൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ തൊണ്ട തുറക്കുന്ന നമ്മൾ, ദൈവസന്നിധിയിൽ വന്ന് ഒരിക്കൽ പോലും വാ തുറക്കാത്തവരെ പോലെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ഉള്ളു തുറന്നങ്ങ് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിളിൽ മനസ്സിലാക്കിയ ഒരു വാക്യം നിങ്ങളോടൊന്ന് പറയട്ടെ. ആ വാക്യം എന്താണെന്നറിയാമോ? ഏതൊരു പാപവും ക്ഷമിക്കും, പക്ഷെ ക്ഷമിക്കാത്ത പാപം ഏതാ? പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. എന്താ അത് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനെ തെറ്റിദ്ധരിച്ചായിരുന്നു പണ്ട്. അത് തെറ്റിദ്ധരിച്ചല്ലാതെ ശരി തന്നെയാ. ഞാനും ഒരു പാഴ്സനേജിലൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. അപ്പോൾ യോഗങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ ഞായറാഴ്ചയൊക്കെ യോഗത്തിൽ ഇങ്ങനെ മുന്നിലായിരിക്കുന്നത്. മുന്നിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സഭയിൽ, ഞാനും എൻ്റെ സഹോദരിയുമുണ്ട്, ഇങ്ങനെ ഓരോരുത്തർ അന്യഭാഷയൊക്കെ പറയുന്നത് ഞങ്ങളിങ്ങനെ കേൾക്കും. അന്യഭാഷയൊക്കെ പറയുന്നത് കേൾക്കും. ഇപ്പോൾ വളരെ രസകരമായ അന്യഭാഷകൾ പറയുന്നുണ്ട്. പല ഭാഷകളാണ്, ലോകത്തിൽ എത്ര ഭാഷകളുണ്ട്. അപ്പോൾ ചില ഭാഷകളൊക്കെ നമ്മളെ ഇങ്ങനെ ആകർഷിക്കും. അപ്പോൾ ഞങ്ങളതിങ്ങനെ കേട്ടിരിക്കും. കേട്ട് ഞങ്ങൾ ഉള്ളിൽ സംഗ്രഹിക്കും. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരൂടെ ഇരുന്ന് ഒരു പറച്ചിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന എല്ലാം എന്താണെന്നറിയാമോ? അന്ന് കേട്ടതൊക്കെയാ. അപ്പോൾ ഓരോരുത്തരുടെ നല്ല താളത്തിലുള്ള അന്യഭാഷകളൊക്കെ ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് അതേപോലെ ആക്ട് ചെയ്ത്
ഇങ്ങനെ മുട്ടയിലൊക്കെ അടിച്ച്, ഞങ്ങൾ അവരെ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ അടിച്ച് ഞങ്ങളൊരു തകർക്ക് താർക്കും. അപ്പോൾ ഞങ്ങളുടെ മാതാവ്, എൻ്റെ മാതാവ് ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാ, അത് പാപമാ, ദൈവസന്നിധിയിൽ അത് ദോഷമാ എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരുത്തും. അപ്പോൾ അന്ന് മാതാവ് പറഞ്ഞതൊക്കെ വെച്ച് എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത എന്താ, ഇത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാ. കളിയാക്കുമൊന്നുമല്ല, ഞങ്ങൾ അനുകരിക്കുക പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. എന്നാൽ കാലത്തിന്റെ കടന്നുപോക്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറയാം, അത് തെറ്റ് തന്നെ ആയിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഞാനും എൻ്റെ പെങ്ങളും അന്ന് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ ഇരുന്ന് അനുകരിച്ച് പറഞ്ഞ അന്യഭാഷയല്ല. ഞാൻ ഉള്ളു തുറന്ന് പറയാം, പരിശുദ്ധാത്മ സാന്നിധ്യമുള്ളൊരു സ്ഥലത്ത് ഞാൻ ഇവിടുത്തുകാരനല്ലേ എന്നുള്ള ചിന്തയോടെ, ഇവിടുത്തുകാരി അല്ലേ എന്നുള്ള ചിന്തയോടുകൂടി ആരെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആ പാപത്തിന് വിളിക്കുന്ന പേരാ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. സ്തുതിക്കേണ്ടവർ സ്തുതിക്കാതെ ഇരുന്നാൽ, സ്തോത്രം പറയേണ്ടവർ സ്തോത്രം പറയാതെ ഇരുന്നാൽ, ആരാധിക്കേണ്ടവർ ആരാധിക്കാതെ ഇരുന്നാൽ, ആത്മാവിൽ നിറയേണ്ടവർ ആത്മാവിൽ നിറയാതെ ഇരുന്നാൽ, അഭിഷേകം വിശ്വസ്തരെന്നെണ്ണി ഏൽപ്പിച്ചവർ അന്യഭാഷയിൽ ആരാധിക്കാതെ ഇരുന്നാൽ, ആ പാപത്തിന് വിളിക്കുന്ന പേരാ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. അതുകൊണ്ട് ബൈബിളിലെ മനോഹര വാക്യം, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. വേറെ ഒരു മാർഗം നമുക്കില്ല. പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നതിനെ ബൈബിൾ അതിനെ നിഷേധിച്ചിരിക്കുക. നേർച്ചയിട്ട് പ്രസാദിപ്പിക്കുന്നതിനെ ബൈബിൾ നിരോധിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാ ക്രിയകളെയും കർമ്മങ്ങളെയും ഈ പുസ്തകം വേണ്ട, അത് പാടില്ലെന്ന് പറഞ്ഞ് നിരോധിച്ചിരിക്കുക. പക്ഷേ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ പുസ്തകം ഉറപ്പായി പറയുന്ന ഒരു വാചകം, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഓരോ യോഗങ്ങളും കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു തൃപ്തി നമ്മളിൽ ഉണ്ടായിരിക്കണം. ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാരുടെ പ്രത്യേകത, ഞങ്ങൾക്ക് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ തൊണ്ടകീറി പ്രസംഗിക്കുന്നതും ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രസംഗിക്കുന്നതും വാക്യങ്ങൾ എടുത്ത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുന്നതും ആ പോകാൻ വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കാൻ വേണ്ടിയാ, ഒരുക്കിയെടുക്കാൻ വേണ്ടിയാ, അതിനെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്താൻ വേണ്ടിയാ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാ ഒരുക്കിയെടുക്കുക. പക്ഷെ ഒരുക്കം പ്രാപിക്കേണ്ടവർ ഒരുക്കം പ്രാപിക്കുവാൻ മനസ്സില്ലാതെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുക, സമയം വെറുതെ കളയുക. കാലം കടന്നുപോയി, ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു, കാലം ഇനി അധികമില്ല. ഇനിയുള്ള കാലമെങ്കിലും കർത്താവിന് വേണ്ടി ഒന്ന് എരിഞ്ഞ് ശോഭിക്കുവാൻ, ചില കരിന്തിരികളെ അടർത്തിക്കളയുവാൻ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരിക്കൽ ആരാധിച്ചവർ ആരാധിക്കാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ, ദൂതുകൾ പറഞ്ഞവർ ദൂതുകളെ നഷ്ടപ്പെടുത്തി മൗനമായിരിക്കുന്ന അനുഭവങ്ങൾ, ഭാഷാ വരത്തിൽ നിറഞ്ഞവർ ഒരു ചെറിയ ഭാഷയിൽ പോലും സംസാരിക്കാതിരിക്കുന്ന അനുഭവങ്ങൾ, ഇളക്കി മറിച്ച് ആത്മശക്തി വ്യാപരിച്ചവർ ഒരു ചെറിയ ചലനം പോലും ഇല്ലാതിരിക്കുന്ന അനുഭവങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഓ റിഖ റഗല പ്രൗഢമന ശബല റിഖബല ചുടലദരമന. ആമേൻ. ആത്മീക പുരോഗതി പുറമേയുള്ള പുരോഗതിയല്ല. ആത്മീക പുരോഗതി നമ്മുടെ ആന്തരിക തലത്തിലാണ് ഉണ്ടാകേണ്ടത്. ആന്തരിക തലത്തിൽ ഉണ്ടാകുന്നതാണ് ആത്മീക പുരോഗതി. അങ്ങനെ ഒരു ആത്മീക പുരോഗതി ഉണ്ടായാൽ, ഇത് ഉപവാസ പ്രാർത്ഥനയാണ്, സ്തോത്രം പറയണമെന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. ആത്മീക പുരോഗതിയുടെ ലക്ഷണം, ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു പാസ്റ്ററുടെ വാക്കില്ലാതെ അവർ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രോത്സാഹനത്തിന് ആവശ്യമില്ല, കാരണം അവന്റെ ഉള്ളു തുടിച്ചുകൊണ്ടിരിക്കുക, അവന്റെ ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുക, അവന്റെ അന്തരംഗം മന്ത്രിച്ച് ബുദ്ധിയോട് പറയുക. അവന്റെ അന്തരംഗം ബുദ്ധിയോട് പറയുക, നാവേ ചലിക്കട്ടെ,
അതരമേ തുറക്കട്ടെ, കരമേ ചലിക്കട്ടെ. റഖമാന. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ അന്തരങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആലോചനയാൽ ഇടപെടുന്ന പകലായി തീരട്ടെ. ആമേൻ, 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 ആമേൻ. തന്റെ ശരീരം വളരെ ബലഹീനമായിരിക്കുമ്പോഴും പൗലോസിന്റെ ശാരീരിക ബലഹീനതകളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒത്തിരി 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 ദൈവദാസന്മാർ നിങ്ങൾ കേട്ട് കാണും. എഴുന്നേറ്റ് നിൽക്കുവാൻ ബലഹീനനായ മനുഷ്യൻ, ശരീരം തളർന്നു പോകുന്ന പോലെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ മനുഷ്യൻ, ജയിലുകളിൽ പടയാളികളുടെ സഹായത്തോടെ മാത്രം നടക്കുവാൻ കഴിയുന്ന മനുഷ്യൻ, എക്സ്ട്രീം ക്ലൈമറ്റിൽ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും കിട്ടാതെ ശരീരം ബലഹീനമായ മനുഷ്യൻ. നമ്മളൊക്കെ നോക്കിയാൽ ബലഹീനത മാത്രം തന്റെ ശരീരത്തിൽ പറയാനുള്ള ദൈവദാസൻ പറയുന്ന ഒരു വാചകം നമ്മൾ ഈ വായിച്ച ഈ കുറിവാക്യത്തിൽ നമുക്ക് കാണാം. എന്താ? എന്റെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക, നാൾക്ക് നാൾ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പ്രായം ഒരു വ്യത്യാസമല്ല. 85 വയസ്സ് പ്രായമുള്ള ഒരു ഭക്തന്റെ ചരിത്രം വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. 85 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ ദൈവം മുമ്പാകെ നിന്നുകൊണ്ട് നെഞ്ചു വിരിച്ചും തല ഉയർത്തിയും പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകം എന്താ? ഇന്ന് നീ ഹെബ്രോൻ എനിക്ക് തന്നാൽ ഇന്നും ഹെബ്രോനെ കീഴടക്കാനുള്ള ആത്മവീര്യം എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പ്രായം എക്സ്ക്യൂസ് അല്ല ആരാധനയിൽ. പ്രൈസ് ദി ലോർഡ്. പ്രായം സ്തുതിയിൽ എക്സ്ക്യൂസ് അല്ല. പ്രായം സ്തോത്രം പറയുന്നതിൽ എക്സ്ക്യൂസ് അല്ല. പ്രായം കരമടിക്കുന്നതിൽ എക്സ്ക്യൂസ് അല്ല. പ്രായം ഉള്ളു തുടിക്കുന്നതിൽ എക്സ്ക്യൂസ് അല്ല. ഓ രാമ ശമന റിഖമന. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ബലഹീനതകളെ മറക്കാം. ഇന്ന് പകൽ ക്ഷീണങ്ങളെ മറക്കാം. അസ്വസ്ഥതകളെ മറക്കാം. ഓ ദൈവ ശക്തിയുടെ വ്യാപാരം. ഓ ഹല്ലേലൂയ. ശരീരം എത്ര ബലഹീനമായാലും എന്റെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കുക. അടുത്ത ദിവസം ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുമ്പോൾ പുതുക്കത്തിന്റെ ഒരു സാക്ഷ്യം പറയാനില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ടും ഇറങ്ങിത്തിരിച്ച കാലഘട്ടത്തിലെ ഒരു മുറി അന്യഭാഷയുമായി 30ഉം 20ഉം വർഷത്തിന്റെ തഴക്കവും പഴക്കവും പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഓ ഷമന റിഖമന പ്രൗഢമന ഹസ്കനാദര പ്രാപിച്ചതിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി ഇടപെടുകയാ. ഓ ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ, ബലഹീനമായ അവസ്ഥയെ പുതുക്കത്തിലേക്ക് കൊണ്ടുവരുവാൻ, തളർന്നുപോയ ആത്മീക വീര്യത്തെ തിരികെ പിടിക്കുവാൻ 85-ാമത്തെ വയസ്സിലും അന്ന് തന്ന ആത്മവീര്യം ഇന്നും ഉണ്ടെന്ന് പറയുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അറുപത്തിയഞ്ചാമത്തെ വയസ്സ് 65 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ ഒരിക്കൽ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു സഭാ ശുശ്രൂഷകനായിരിക്കുന്ന സമയം പൊട്ടി പൊട്ടി വിങ്ങിക്കരയുക. ഇപ്പൊ ഞാനിവിടെ കോളേജിൽ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടുണ്ട്. ഒരു ഉപവാസം, ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ട. അപ്പൊ ഞാൻ ഒരു കൗതുകം തോന്നി, കേട്ടാ 65 വയസ്സുള്ള അച്ഛൻ എന്തിനാ, അന്ന് എൻ്റെ പിതാവിന് വളരെ പ്രായക്കുറവാ, പൊട്ടി ഇങ്ങനെ കരയുക. ഒരു കൗതുകം തോന്നിട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടുത്തടുത്ത് ചെന്നു, ചെവി ഇങ്ങനെ കൂർപ്പിച്ചു. എന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ആ പിതാവ് പറഞ്ഞെന്നറിയാമോ, പാസ്റ്ററേ, ഇന്നെങ്കിലും അഭിഷേകം പ്രാപിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നും ആ ശക്തി എൻ്റെ മേൽ വന്നില്ല. അടുത്തത് എന്നെങ്കിലും ഇതെനിക്കൊന്ന് പ്രാപിക്കാൻ പറ്റുമോ? പൊട്ടിക്കരയുക, കണ്ണുനീർ തുള്ളികൾ ഒഴുകുക. ഞാൻ ഉള്ളു തുറന്നങ്ങ് പറയാം, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഒരു വാക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടിടിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവർ തിരിച്ച് ദേഷ്യപ്പെടും, കാരണം ഒരു ശക്തിയുമില്ല, ബലഹീനനാ. എഴുന്നേറ്റുന്ന 2 വാക്ക് പറയാൻ പറഞ്ഞാൽ പുറകിൽ കൂടി ഇറങ്ങിപ്പോകുന്ന മനുഷ്യൻ, ഒരു ധൈര്യവുമില്ലാത്ത മനുഷ്യൻ, കൊച്ചു ബാല്യക്കാരത്തിയുടെ മുന്നിൽ പോലും യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ഇതുവരെ ഒരു പ്രസംഗം നിവർന്നു നിന്ന് നടത്തിയിട്ടില്ലാത്ത മനുഷ്യൻ,
പെന്തക്കോസ്ത് നാളിൽ തൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ടായപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഞങ്ങളെ പാസ്റ്റർമാർ ചിലരോട് പറയുന്നത് പോലെ, സഹോദര ഒരു 10 മിനിറ്റ് ഒന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ടി വന്നില്ല. തന്നെ ആരും നിയന്ത്രിക്കാതെ തൻ്റെ മേൽ ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ഏകദേശം 120 പേർ വരിക്കുന്ന വലിയൊരു സദസ്സിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒറ്റ പ്രസംഗം നടത്തി. കന്നി പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തിയ പ്രസംഗകൻ. ഈ ശക്തിയുടെ പ്രതിഭാസം എങ്ങനെ തന്റെ മേൽ വന്നു? അതിന്റെ അർത്ഥം അത് തന്റെ സ്വന്തം ശക്തിയല്ല, അത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമാണ്. പെന്തക്കോസ്തിൽ വന്നിട്ട് 10 വർഷത്തിന്റെയും 20 വർഷത്തിന്റെയും 30 വർഷത്തിന്റെയും ചരിത്രം പറയുന്ന മാന്യ സഹോദരി, വാത്സല്യ സഹോദര, ഇതുവരെ പെന്തക്കോസ്തിന്റെ ഒരു ചലനം നിന്റെ മേൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകലൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. ഓ റാഖ മന ശംദന റിഗമന, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് വരെ പെന്തക്കോസ്തിന്റെ ഒരു ചലനം നമ്മളിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ, 65 വയസ്സുകാരൻ ഒരു പാസ്റ്റർ മുന്നിൽ പൊട്ടിക്കരഞ്ഞതുപോലെ ഒരു മനത്തകർച്ച ദൈവസന്നിധിയിൽ വന്നിട്ടില്ലെങ്കിൽ, ഓ ഈ ശക്തിയെ പ്രാപിക്കുവാൻ ഒരു താല്പര്യം ഉള്ളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. തിരിഞ്ഞു നോക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥന 8-ാം ദിനം പകൽ ഒരു ആത്മീക പുരോഗതി നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഓ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശാഖമന റിമന പ്രൗഢമന, കരങ്ങളെ വിട്ടുകൊടുക്ക, അതരങ്ങളെ തുറക്ക്, സ്തോത്രം പറ. നാവിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. എല്ലാവരും ചേർന്ന് കൃപ വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം. ആമേൻ. നമ്മുടെ ഓരോ യോഗങ്ങളിലും ഇതുപോലെയുള്ള ആത്മവീര്യം നമ്മളിൽ വർദ്ധിക്കണം. പൗലോസ് പറയുന്ന പുതുക്കം പ്രാപിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയുടെ 1-ാം ദിവസത്തെ പോലെ ഇരുന്നത് പോലെയല്ല 8, 9, 10 ദിവസങ്ങളിൽ ഇരിക്കേണ്ടത്. ഒരു പുതുക്കവും വീര്യവും നമ്മളിൽ വർദ്ധിക്കണം. ഞാൻ അഭിഷേകം പ്രാപിച്ചത് 1990കളുടെ ആരംഭത്തിലാണ്. 93 ഞാൻ അഭിഷേകം പ്രാപിച്ചു. 90കളുടെ ആരംഭത്തിൽ 93 ഒരു വീട്ടിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ് അഭിഷേകം പ്രാപിച്ചത്. അവിടെ ശുശ്രൂഷിക്കുവാൻ വന്ന ദൈവദാസൻ, പ്രൈസ് ദി ലോർഡ്, എന്നെ പോലെ പലരും ആ യോഗത്തിലുണ്ടായിരുന്നു. അഭിഷേകം പ്രാപിക്കാത്തവർ, ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ സെറ്റിൽപ്പെട്ട പലരും ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അഭിഷേകം പ്രാപിച്ചില്ല എന്ന് വിചാരിച്ച് പാട്ട് കഴിയുമ്പോഴേ നിങ്ങൾ കൈയടിയും പാട്ട് നിർത്തരുതേ. അഭിഷേകം പ്രാപിച്ച പിന്നെ അങ്ങ് നമ്മളൊരു ആത്മപ്രേരണയിലേക്ക് നമ്മൾ അങ്ങ് നീങ്ങുകയാണല്ലോ. ഗാനങ്ങളുടെയൊക്കെ അവസാനം നിങ്ങൾ അവിടെ നിർവിചാരികളായി എൻ്റെ റോള് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ കണ്ണുകൾ തുറക്കാതെ നിങ്ങൾ പാട്ടുകൾ പാടി ജനം അന്യഭാഷയിലേക്ക് മൂവ് ചെയ്താൽ പിന്നെ പാട്ട് നിൽക്കുമല്ലോ. ആ പാട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നാവിനെയും അതരത്തെയും വിട്ടുകൊടുക്കണം. അതെന്താണെന്നറിയാമോ? സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കണം. സ്തോത്രവും സ്തുതി, മറ്റു ചിന്തകളൊന്നും നിങ്ങളെ ഭരിക്കരുത്. നിങ്ങൾ സ്തോത്രവും സ്തുതിയും പറഞ്ഞ് ആരാധിക്കുന്ന ജനത്തിന്റെ കൂടെ നിങ്ങൾ കൈയടിക്കണം. നിങ്ങൾ ഒട്ടും അയവ് വരുത്തരുതേ. നിങ്ങൾ ഉണർന്ന് സ്തോത്രവും സ്തുതിയും പറഞ്ഞ് നിർത്താതെ കൈയടിച്ച് നിങ്ങൾ അല്പം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുള്ളിൽ എന്തോ ഒഴിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒഴിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും. അല്പം കഴിയുമ്പോൾ നാവിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ആ നാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ആശങ്കപ്പെടുകയോ പകയ്ക്കുകയോ ചെയ്യരുത്. ആ നിയന്ത്രണം നഷ്ടപ്പെടുന്നതനുസരിച്ച് നിങ്ങളുടെ നാവിനെ നിങ്ങൾ വിട്ടുകൊടുക്കണം. ആ നാവിനെ നിങ്ങൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നാവിന്മേൽ നിങ്ങൾ അറിയാത്ത ചില ഭാഷകൾ വെളിപ്പെടും. അവിടെ നിങ്ങൾ പകച്ചും അങ്കലാപ്പിലും ഇരിക്കരുതേ. ആ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിങ്ങൾ അറിയാത്ത ശബ്ദങ്ങൾ നാവിൽ വരുമ്പോൾ നിങ്ങൾ പതറാതെ നിങ്ങൾ വിട്ടുകൊടുക്കണം. ആ ഭാഷകളെ നിങ്ങൾ ഉച്ചരിക്കണം. അവിടെ സ്വർഗം തന്റെ ശക്തിയാൽ അന്യഭാഷ അടയാളത്തോടെ നിങ്ങളെ നിറയ്ക്കുന്ന ഒരു സന്ദർഭം.
അന്ന് ഞങ്ങൾ അതുപോലെ അനുസരിച്ചു. അന്ന് പ്രാർത്ഥനയുടെ അവസാന സമയം സ്വർഗശക്തിയാൽ ദൈവം ഞങ്ങളെ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. അത് 93 മാത്രം നടക്കുന്ന പ്രതിഭാസമല്ല. 2024 നവംബർ മാസം ഇന്ന് പകലും ആ പ്രതിഭാസം വെളിപ്പെടുത്തുവാൻ അവന്റെ ശക്തിക്ക് തളർച്ച വന്നിട്ടില്ല. അവന്റെ ശക്തി ബലഹീനമായി പോയിട്ടില്ല. അവന്റെ ബലം കുറഞ്ഞു പോയിട്ടുമില്ല. ബൈബിളിലെ മനോഹര വാക്യം, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ. ഇന്ന് പകൽ പറ, ആ തൃപ്തി എൻ്റെ മേലൊന്ന് ചൊരിയണം. ആ തൃപ്തി എൻ്റെ പ്രിയപ്പെട്ടവളുടെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവന്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേലൊന്ന് ചൊരിയണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഓ, ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം ചെല്ലക്കാട് ദൈവസഭയിൽ വ്യാപരിക്കുന്ന പകലായി തീരട്ടെ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. റിക ഹസ്കനെ പ്രൗഢ റമന റികന ഹസ്കനെ പ്രൗഢമന. ഇത് പെന്തക്കോസ്തിന്റെ ആരാധനയാണ്. ഇത് പെന്തക്കോസ്തിന്റെ ശക്തിയാണ്. ഇത് പെന്തക്കോസ്തിന്റെ കൃപ വ്യാപരിക്കുന്ന ഇടമാണ്. ഇത് ബലഹീനരുടെ ഒരു കൂട്ടമല്ല. ഇത് അന്യായ ശക്തികളുടെ മേൽ ജയമെടുക്കുന്നവരുടെ കൂട്ടമാണ്. ഓ റിബാ ഹസ്കനെ പ്രൗഢമന ശമന റികമന പ്രൗഢബല. Hallelujah. Hallelujah. Shabala ribala haskala praudamana. Oh rimane shamane rigane praudamana. വിശ്വസിക്ക്. ബലഹീനതകൾ മാറട്ടെ. സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. അതരങ്ങളെ വിട്ടുകൊടുക്ക. നഷ്ടപ്പെട്ടു പോയ വീര്യം തിരികെ പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ ആത്മശക്തി തിരികെ പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ പ്രവചനവരം തിരികെ പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ വെളിപ്പാടിന്റെ ശക്തിയെ തിരികെ പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ ഉണർവിനെ തിരികെ പിടിക്കാം. ഓ ഹല്ലേലൂയ. ആത്മീക പുരോഗതിക്കായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, നിങ്ങളുടെ വായെ തുറന്നു കൊടുക്കാം, വിട്ടുകൊടുക്കാം. കൃപ വ്യാപരിക്കട്ടെ. ആരാധനയുടെ ശബ്ദമുയരട്ടെ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. നമ്മളൊക്കെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി സ്വർഗം നമ്മളെ നടത്തി. തിരിഞ്ഞു നോക്കിയാൽ ചോദിച്ച വിഷയത്തിലും ആഗ്രഹിച്ച വിഷയത്തിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിലും നമുക്കൊരു ക്ഷീണം വരാൻ ദൈവം അനുവദിച്ചില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കത്തില്ല. കാരണം നമ്മുടെ എളിയ ബുദ്ധി വെച്ച് ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ സ്വർഗം തീരുമാനിക്കുന്നത്. അതുപോലെ നടന്നില്ലെങ്കിലും നമുക്ക് ക്ഷീണം വരാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം നമ്മളെ നടത്തി, നമ്മുടെ തലമുറകളെ നടത്തി. അതിനകത്ത് ആർക്കും സംശയമില്ല. ഞാൻ ചോദിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും സ്വർഗം എന്നെ ജയത്തോടെയാണ് നടത്തിയത്. അതെൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും. ഞാനൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു സെമിനാരിയുടെ മുന്നിൽ പോയി നിന്ന് പൊട്ടിക്കരഞ്ഞ രംഗം എനിക്കുണ്ട്. എനിക്ക് 100% അഡ്മിഷൻ ഉറപ്പായിരുന്നു. തലേ ദിവസം നടന്ന എൻട്രൻസിലും നല്ല ഒരു വിജയം എനിക്കുണ്ടായി. പിറ്റേ ദിവസം നടക്കുന്ന ഇന്റർവ്യൂവിലും 100% ഉറപ്പ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്റർവ്യൂ ഹാളിൽ കയറിയപ്പോൾ അവിടെ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു, കേരളത്തിൽ നിന്ന് ഒറ്റ സീറ്റേ ഉള്ളൂ, 2 പേർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ വന്നയാൾ നിങ്ങളെക്കാൾ ഏകദേശം 12 വയസ്സോ 15 വയസ്സോ പ്രായമുള്ളയാളാ. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വർഷം വന്നാൽ അഡ്മിഷൻ തരാം. ഒരു സീറ്റേ ഉള്ളത് കൊണ്ട് നിങ്ങളെക്കാൾ പ്രായം കൂടിയ ആളിനെ, കാരണം പ്രായം മുന്നിലാണല്ലോ, ഞങ്ങൾ ഈ വർഷം പരിഗണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യം അഡ്മിഷൻ ഇല്ല എന്നോട് പറഞ്ഞു. ഞാൻ 100% ഉറപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് ഞാൻ എൻ്റെ കൂടും കിടക്കയുമായി തലേദിവസം അവിടെ പാർക്ക് ചെയ്യായിരുന്നു. ആ സെമിനാരിയുടെ മുന്നിൽ മധുര, തമിഴ്നാട്ടിൽ മധുര എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സെമിനാരിയുടെ മുന്നിൽ എന്നെ അറിയാവുന്ന ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത്, അതിൻ്റെ ഗേറ്റിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ പൊട്ടി 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 കരഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. എൻ്റെ എല്ലാ വഴികളും അടഞ്ഞൊരു ഫീലിംഗ് എനിക്കുണ്ടായി. ഒരു വർഷം ഞാൻ വെറുതെ പോകുന്നല്ലോ, അഡ്മിഷനുകൾ കഴിയുന്നു, ഫീലിംഗ് എനിക്കുണ്ടായി. ഞാൻ പൊട്ടിക്കരഞ്ഞ് മധുരയിൽ നിന്ന് ബസ് കയറി കുമളിയിൽ ഇറങ്ങി. കുമളിയിൽ നിന്ന് അടുത്ത ബസ് കയറി എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ദിവസം വിഷണ്ണനായി 3-ാം ദിവസം ഇരിക്കുമ്പോൾ, 3-ാം ദിവസം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് മുറിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ വാതിലിൽ വന്ന് ആരോ മുട്ടി. ഞാൻ വാതിൽ തുറന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, തൊട്ട് താഴെ ഒരു വീടുണ്ട്, ഇവിടുന്ന് എത്ര ദൂരമുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ, ഇവിടെ ഒന്ന് ചോദിച്ച് പോകാൻ വേണ്ടി. എൻ്റെ പിതാവിനെ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചു. തിരിഞ്ഞു നടന്ന മനുഷ്യൻ ചോദിച്ച് ഉത്തരം കിട്ടി. എൻ്റെ ഉത്തരം കിട്ടി. തിരിഞ്ഞു നടന്ന മനുഷ്യൻ പെട്ടെന്നൊന്ന് വെട്ടി തിരിഞ്ഞ് എന്നോട് ചോദിച്ചു, ഇപ്പോൾ എന്തോ എടുക്കുക? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്നത് കഴിഞ്ഞ് നിൽക്കുക, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത മറുപടി, നാളെ രാവിലെ ഇത്ര മണിയാകുമ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സെമിനാരി, ആ സെമിനാരിയിലേക്ക് വാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ സെമിനാരിക്ക് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് പോയി വന്ന് അടുത്ത 2 വർഷം കൊണ്ട് ഞാൻ ആ കോഴ്സ് പൂർത്തിയാക്കി. എനിക്ക് പരിചയമില്ലാത്ത മധുര എന്ന് പറയുന്ന പട്ടണത്തിൽ ഏകദേശം 3 വർഷം കൊണ്ട് ഞാൻ പൂർത്തീകരിക്കേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് പോയി വന്ന് 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കത്തക്കവണ്ണം എൻ്റെ ഇഷ്ടത്തിന് വിരോധമായി പ്രവർത്തിച്ച് അവൻ്റെ ഹിതം നടപ്പിലാക്കിയ ഒരു ദൈവമാ നമ്മുടെ ദൈവമെങ്കിൽ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി പറയാം, ആഗ്രഹിച്ചത് നടന്നില്ലെന്ന് വിചാരിച്ച് സ്വർഗം കൈവിട്ടെന്ന് വിചാരിക്കരുത്. അതിനപ്പുറം ജയത്തോടെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ നമ്മളും നമ്മുടെ തലമുറകളും സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ അധൈര്യങ്ങൾ വിട്ടുമാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കമ്പിവാചകം പോലെയാ ഇന്ന് പകൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാലാകാലങ്ങളിൽ സ്വർഗം നമുക്ക് ബാഹ്യ പുരോഗതികൾ നൽകി. അത് നമ്മളോടുള്ള ഒരു വാഗ്ദത്തമാ, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല എന്നുള്ള വാഗ്ദത്തം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ജോലിക്ക് ജോലി, ബിസിനസ്സിന് ബിസിനസ്, വരുമാനത്തിന് വരുമാനം. നമ്മുടെ കാലം ബലഹീനമായപ്പോൾ തലമുറകളെ ദൈവം അയച്ചു, സ്വർഗം അവരെ ആദരിച്ചു. ഒന്നിനും കുറവില്ലാതെ അത്യാവശ്യമായി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നൽകി ജയോത്സവമായി സമൃദ്ധിയുടെ നെറുകയിലല്ലെങ്കിലും അറിഞ്ഞ് ദൈവം നമ്മളെ നടത്തുന്നുണ്ട്. അതിനകത്ത് ആർക്കും സംശയമില്ല. കൊള്ളാം, നല്ല കാര്യം. നമ്മുടെ സഭയെ നോക്കിയാണെങ്കിൽ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ സഭയെക്കുറിച്ച് അറിയാം. എൻ്റെ വല്യമ്മാച്ചൻ പാസ്റ്റർ വി ജെ കുഞ്ഞുമൻ അവറുകൾ ഈ സഭയുടെ പാസ്റ്റർ ആയിരിക്കുമ്പോഴൊക്കെ ഞാനൊരു കൊച്ചുബാലനായി ഈ സഭയിൽ പലപ്പോഴും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അന്നത്തെ ചെറിയ സാഹചര്യത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളായി സഭയ്ക്കുണ്ടായ പുരോഗതി എന്ന് പറയുന്നത് അഭൂതപൂർവമായ വളർച്ചയാണ്. സമസ്ത മേഖലകളിലും എന്നും അഭിമാനിക്കത്തക്കവണ്ണം ഇത്ര വലിയൊരു ബൃഹത് പ്രസ്ഥാനമായി ചെലക്കാട് ദൈവസഭയെ ദൈവം വളർത്തിയെടുത്തു. തികച്ചും അത് പ്രശംസനീയമാണ്. ഞാൻ താഴെ വാഹനം പാർക്ക് ചെയ്തപ്പോൾ അവിടെ പണികൾ നടക്കുന്നത് ഞാൻ കണ്ടു. കർത്താവിന്റെ ദാസനോട് ചോദിച്ചപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ അവസാന പണികൾ നടത്തിക്കൊണ്ടിരിക്കുക, കൺവെൻഷനുകൾ വരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ചെലക്കാട് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയുടെ ഒരു ലിസ്റ്റ് തന്നെ പറയുവാനുണ്ട്. അതും നല്ലൊരു കാര്യം. മനോഹരമേറിയ സെറ്റപ്പ്, എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്, എല്ലാ ഒരുക്കങ്ങളുമുണ്ട്, സെമിത്തേരി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ ഉള്ളു തുറന്ന് ദൈവമക്കളോടൊന്ന് പറയട്ടെ, ഇതെല്ലാം സഭയുടെയും നമ്മളുടെയും ബാഹ്യമായ വളർച്ച മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഉള്ളു തുറന്ന് സംസാരിക്കുന്നു. മക്കളുടെ വിദേശ ജോലിയും നമ്മുടെ വീടും നമ്മുടെ കാറും നമ്മുടെ ഭവനവും നമ്മുടെ സമ്പത്തും നമുക്ക് ലഭിക്കുന്ന നന്മകളും കേവലം നമ്മുടെ ബാഹ്യ വളർച്ചകൾ മാത്രമാണ്. അവൻ നമ്മളോട് കരുണ കാണിച്ചവനും കൈവിടാത്തവനുമായതുകൊണ്ട് ബാഹ്യ വളർച്ചയെ അവൻ തടഞ്ഞില്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉള്ള ഒരു കെട്ടിടമായതുകൊണ്ട്, ഒരാലയമായതുകൊണ്ട്
ഇതിന്റെ പുരോഗതിയെ ദൈവം തടഞ്ഞില്ല. മനുഷ്യർ തടയാൻ ശ്രമിച്ചാലും ദൈവം കൈവിടത്തില്ല. കാരണം ഇതവനെ ആരാധിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്, അതിനുള്ള സജ്ജീകരണമാണ്. ഈ ഒരു ഹോളും സജ്ജീകരണങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും താഴെ ഒരു ടെന്റ് കെട്ടി ആരാധിച്ചാലും അത് ആരാധന തന്നെയാണ്. പക്ഷേ ഏറ്റവും സുരക്ഷിതമേറിയ വിധത്തിൽ ഏറ്റവും നല്ല നിലയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള പരിഗണനയിൽ ഇത്ര മനോഹരമേറിയ സൗധം ഇവിടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കെട്ടിപ്പടുക്കുവാൻ ഇടയായി. ശ്രേഷ്ഠമേറിയ കാര്യം. പക്ഷേ ചെല്ലക്കാട് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു ബാഹ്യ വളർച്ച മാത്രമാണ്, ഒരു ബാഹ്യ പുരോഗതി മാത്രമാണ്. എന്നാൽ ചെല്ലക്കാട് ദൈവസഭയുടെ യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത് സെമിത്തേരിയോ അല്ല ഹോളോ കെട്ടിടമോ നമ്മുടെ വീട്ടിൽ നമുക്കുണ്ടായ സമൃദ്ധിയോ വളർച്ചയോ അല്ല. നമ്മുടെ യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക പുരോഗതിയാ. ഇന്ന് പകൽ നമ്മളത് തിരിച്ചറിയണം, നമ്മളത് ഏറ്റെടുക്കണം. ഒരു പുരോഗതി നമ്മളിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സഭയുടെ ആത്മീക പുരോഗതിയാ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ, ഞാൻ ഇപ്പോഴങ്ങോട്ട് കടക്കുന്നില്ല, വലിയൊരു പ്രസംഗമാണ് ആ പ്രസംഗം. ആ 7 സഭകളെ കുറിച്ച് നമ്മൾ മനസ്സിരുത്തി പഠിച്ചാൽ പരിശുദ്ധാത്മാവ് സഭകളെ വിവേചിച്ചപ്പോൾ 6 സഭകളെ കുറിച്ചും സ്വർഗത്തിന് കുറ്റം പറയാനുണ്ട്, പോരായ്മകൾ പറയാനുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ഇല്ല, വളർച്ചയില്ല, പുരോഗതി ഇല്ല, പിന്മാറിപ്പോയി, സ്വഭാവം ശരിയാകുന്നില്ല, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു തുടങ്ങിയുള്ള ലിസ്റ്റുകൾ അവിടെ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ കുറിച്ച് എഴുതിച്ചു. എന്നാൽ 7ാമത് വരുന്ന അല്ലെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന ഒരു 7ാമത്തെ സഭ എന്ന് പറയാവുന്ന 6നെ കുറിച്ച് പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും പരിശുദ്ധാത്മാവ് വിവേചിച്ചപ്പോൾ ഫിലദൽഫിയ എന്ന് പറയുന്ന ഒരു സഭയെ കുറിച്ച് തന്റെ ദാസനെ കുറിച്ച് സ്വർഗം എഴുതിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം എഴുന്നേറ്റ് നിന്നിട്ട് യോഹന്നാന് വെളിപ്പാട് കൊടുത്തിട്ട് പറഞ്ഞു, ഫിലദൽഫിയയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. അവർ കൽപ്പമേ ഉള്ളൂ എങ്കിലും അവർ അതിനെ കൈവിട്ടില്ല, അവർ അതിനെ മുറുകെ പിടിച്ചു, സ്നേഹത്തെ കുറച്ചില്ല, യേശുക്രിസ്തുവിനെ ഉയർത്തി, ആരാധനയിൽ ബലഹീനമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ സഭയെ കുറിച്ച് 100 ശബ്ദങ്ങൾ സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിയതുപോലെ ഇന്ന് പകൽ വാത്സല്യ ദൈവ പൈതലേ, സ്വർഗം നമ്മളെ വിചിന്തനം ചെയ്യുമ്പോൾ പരാജയത്തിന്റെ ആരാധനയല്ല, ക്ഷീണിച്ച ശബ്ദങ്ങളല്ല, ബലഹീന സ്തുതികളല്ല. ഇന്ന് പകൽ സ്വർഗം ആദരിക്കത്തക്കവണ്ണം ഒരാത്മവീര്യം നമ്മളിൽ വെളിപ്പെടുന്ന പകലായി തീരട്ടെ. ഹല്ലേലൂയ. പൗലോസ് സ്ഥാപിച്ച സഭയാ. 7 പൗലോസ് സ്ഥാപിച്ച സഭകളാണെന്നാ പറയുന്നത്. ഫിലദൽഫിയയിൽ ഉൾപ്പെടെ 7 സഭകൾ നമുക്കറിയാം. എഫേസോസിലുള്ള സഭയ്ക്ക് എഴുതുന്നു, സ്മിർനയിലുള്ള സഭയ്ക്ക് എഴുതുന്നു. ഞാൻ അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ 7 6 പ്രാപിച്ച വിശ്വാസത്തിന്റെ ശക്തിയിൽ പുറകോട്ട് പോയപ്പോൾ ഒരെണ്ണമേ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയിന്ന് വായിച്ചു നോക്ക്. ഫിലദൽഫിയയെ കുറിച്ച് മാത്രം ഒരു കുറവും ഞാൻ കാണുന്നില്ല. പാസ്റ്റർ പി സി ചെറിയാനെ പോലെ പ്രസിദ്ധനും പ്രഗത്ഭനുമായ ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തൻ ശുശ്രൂഷിക്കുന്ന സഭ എന്നുള്ള നിലയിൽ ചെല്ലക്കാട് ദൈവസഭ ഏറ്റവും അഭിമാനിക്കാവുന്ന സഭയാണെങ്കിലും ഞാൻ ഉള്ളു തുറന്നു പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് സ്ക്രീൻ ചെയ്താൽ ഒരു പുരോഗതിയുടെ ശബ്ദം ഇന്ന് പകൽ പറയാനുണ്ടോ? ഓ ഹല്ലേലൂയ. ഒരു പുരോഗതിയുടെ ശബ്ദം പറയാനുണ്ടോ? ഒരു ആത്മീക വളർച്ചയുടെ ശബ്ദം പറയാനുണ്ടോ? ഒരു ഉണർവിന്റെ ശബ്ദം പറയാനുണ്ടോ? ഒരു വളർച്ചയുടെ പുരോഗതിയുടെ ശബ്ദമുണ്ടോ? ഒരു ആത്മവീര്യത്തിന്റെ ശബ്ദമുണ്ടോ? അത് ഓടി തളർന്ന ശബ്ദമാണോ? ബലഹീനമായ ശബ്ദമാണോ? ദൈവശക്തിയുടെ വ്യാപാരത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് വെളിപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ശക്തമായി ജീവിതങ്ങളെ വിവേചിക്കുന്ന സമയമാ. ഏറ്റെടുത്താട്ടെ, ഏറ്റെടുത്താട്ടെ. ഓ റാഖാബാന ശംദനാദര പ്രൗഢമന. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തന്റെ ക്രിയ ദൈവസഭയിൽ നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഒന്ന് സമർപ്പിക്കുവാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകും?
ഓ റിക്കാറകലെ പ്രൗഢമന. അതരങ്ങളെ വിട്ടുകൊടുക്ക്, ശരീരങ്ങളെ വിട്ടുകൊടുക്ക്. ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില കെട്ടുകൾ പൊട്ടട്ടെ, ആ കരങ്ങൾ ചലിക്കട്ടെ, ഉള്ളു തുടിക്കട്ടെ. ഓ ആത്മീക വീര്യം വെളിപ്പെടട്ടെ. ഓ റിക്കാറകലെ പ്രൗഢമന ശബ്ദന റികബല പ്രൗഢബല. കൃപ കൃപ കൃപ. ഹല്ലേലൂയ. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥ പുരോഗതി ആത്മീക പുരോഗതി മാത്രമാണ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് മേടിച്ച വാഹനവും കാറും ജോലിയും ഒക്കെ നിസ്സാരമെന്നാണോ പാസ്റ്റർ പറയുന്നത്? അതൊന്നും ഗൗരവമുള്ളതല്ലെന്നാണോ? എൻ്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ, ജോലി, പാസ്റ്റർ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണോ? അല്ല. നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ദൈവദാസന്മാർ ഇടുവിൽ നിന്നും കരഞ്ഞും നേടിയതൊന്നും നിസ്സാരമെന്ന് ഞാൻ പറയുകയല്ല. ഞാൻ ഉള്ളു തുറന്ന് പറയാം, ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥ പുരോഗതിയും യഥാർത്ഥ അനുഗ്രഹവും ഈ പറഞ്ഞതൊന്നും അല്ല. അപ്പം പാസ്റ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ തുറന്നു പറയുക, ഇതൊക്കെ ദൈവം നമ്മളെ നടത്തിയ വഴികൾ മാത്രമാണ്. നടത്തിയ വഴികൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ പുരോഗതി നമ്മുടെ ഉണർവാ. യഥാർത്ഥ പുരോഗതി ദൈവസന്നിധിയിലെ ആവേശമാ. യഥാർത്ഥ പുരോഗതി ശബ്ദമുയർത്തിയുള്ള സ്തുതിയാ. യഥാർത്ഥ പുരോഗതി ആത്മനിറവിലുള്ള ആരാധനയാ. യഥാർത്ഥ പുരോഗതി ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകളാണ്. പിശാച് വഴിതിരിച്ചു വിടരുതേ. ഓ ഹല്ലേലൂയ. രോഗസൗഖ്യം പ്രാപിച്ച് വിശ്വാസത്തിൽ വരുന്നവരുണ്ട്. ഞങ്ങൾ ഇന്നും അത് പ്രസംഗിക്കുന്നു, ഞങ്ങൾ ഇന്നും അത് വിശ്വസിക്കുന്നു. പക്ഷെ രോഗസൗഖ്യം പ്രാപിച്ചതുകൊണ്ട് വിശ്വാസിയായി ജീവിക്കാമെന്ന് ധരിക്കരുത്. ഒരു മുഖാന്തരം ദൈവം ഒരുക്കിയതാ, ഒരു വഴി. പക്ഷെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അന്ന് പ്രാപിച്ച രോഗസൗഖ്യത്തിന്റെ പേരിലാകരുത്. അങ്ങനെ വന്നാൽ അടുത്ത രോഗത്തിന്റെ മുന്നിൽ നമ്മൾ പതറിപ്പോകും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും കൺവെൻഷനുകളും യോഗങ്ങളും വെളിപ്പെടുമ്പോൾ ഒരു കടമ എല്ലാ വർഷവും ഉള്ളതുപോലെ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ മാസവും എല്ലാ ഞായറാഴ്ചയും ആരാധനയുള്ളത് കൊണ്ട് ഈ ഞായറാഴ്ചയും ഈ മനോഭാവം എൻ്റെ വാത്സല്യ ദൈവമക്കളെ നമ്മുടെ ആരുടെയും ഉള്ളിൽ ഉണ്ടാകരുതേ. എല്ലാ വർഷം ഉള്ളത് കൊണ്ടും കഴിഞ്ഞ മാസം നടന്നതുകൊണ്ട് ഈ മാസവും നേരത്തെ അനൗൺസ് ചെയ്തതുകൊണ്ട് നടത്തുന്നു എന്നുള്ള നിലയിലും എല്ലാ ഞായറാഴ്ചകൾ എല്ലാ ആഴ്ചയിലും ഉള്ളത് കൊണ്ട് സഭായോഗവും എന്നുള്ള നിലയിൽ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഇങ്ങനെയുള്ള അവസരങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തിന്റെ ശക്തി ക്രിയ ചെയ്യുന്നത്. ഒരു രോഗസൗഖ്യത്തിന്റെ പേരിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാൽ അടുത്ത രോഗം വരുമ്പോൾ പതറിപ്പോകും. ഒരു മുഖാന്തരമായി കണ്ടുകൊണ്ട് ദൈവവചനത്തിൽ ഉറച്ചും വിശ്വസിച്ചും ധൈര്യമുള്ളവരായി നിന്നാൽ പല രോഗങ്ങൾ ആഞ്ഞടിച്ചാലും ഇന്നു പകൽ വീര്യം കുറയത്തില്ല. ഓ ശക്തി കുറയത്തില്ല, ബലഹീനരാകത്തില്ല. ഓ ശാഖ രഗനെ പ്രൗഢ രമന. ഹല്ലേലൂയ. റോമൻ കാരാഗ്രഹത്തിൽ ശ്രദ്ധിക്കണേ, റോമൻ കാരാഗ്രഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പില്ലാതിരിക്കുമ്പോഴാ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത്. നിൽക്കാൻ വയ്യ, പടയാളികൾ ചുമന്നുകൊണ്ടാ പോകുന്നെന്നാ പറയുന്നത്. കാരണം 2 വർഷത്തെ ജയിൽവാസം ക്രൂര പീഡനമാ, മഹാപീഡനമാ. ആഹാരം കൊടുക്കത്തില്ല, വെള്ളം കൊടുക്കത്തില്ല. അത് സഹിക്കാം, പുതയ്ക്കാൻ പുതപ്പ് കൊടുക്കത്തില്ല. അത് സഹിക്കാൻ പറ്റത്തില്ല. യൂറോപ്പിന്റെ ടെമ്പറേച്ചർ -4. ഒരു ചെറിയ പുതപ്പ് കഷ്ണം പോലും കിട്ടാതെ തിങ്ങിയ അല്ലെങ്കിൽ ഇടുങ്ങിയ ജയിൽ മുറിയിൽ 2 വർഷം കിടന്നപ്പോൾ ആരോഗ്യം ചോർന്നുപോയി.
ശരീരം വരണ്ടുപോയി. ബുദ്ധിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാല് വഴങ്ങാതെയായി. നടക്കണമെങ്കിൽ പടയാളികൾ താങ്ങണം. ഇത്രയും കഠിന ശോധനയിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത്. അവിടെ പൗലോസ് എഴുതിയൊരു വാചകം എന്താണെന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് പകൽ നിന്റെ ബലഹീനതയെ നീ ഒന്ന് മറക്ക്. നിന്റെ പ്രായാധിക്യത്തെ നീ ഒന്ന് മറക്ക്. നിന്റെ അസ്വസ്ഥതയെ നീ ഒന്ന് മറക്ക്. നിന്റെ രോഗത്തെ ഒന്ന് മറക്ക്. ഒതുക്കുന്ന ശക്തികളെ ഒന്ന് മറക്ക്. വെല്ലുവിളിക്കുന്ന പോരികളെ ഒന്ന് മറക്ക്. ഏൽപ്പിച്ചു കൊടുക്കാം. ഓ, അസ്വസ്ഥതകളെ വിട്ടുകളാ. ക്ഷീണങ്ങളെ ഒന്ന് മറക്ക്. വെല്ലുവിളികളെ ഒന്ന് മറക്ക്. ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രായം മറന്ന് സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. രോഗം മറന്ന് സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. അസ്വസ്ഥതകൾ മറന്ന് സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവവചനത്തോടും ദൈവികാരാധനയോടും പ്രതികരിക്കാതെ എന്തെല്ലാം പുരോഗതി ഉണ്ടെന്ന് സാക്ഷ്യം പറഞ്ഞാലും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്തെല്ലാം പുരോഗതിയുടെ സാക്ഷ്യം അടുത്ത ഞായറാഴ്ച ഇവിടെ പൊട്ടിച്ചു വിട്ടാലും ഞാൻ ഉള്ളു തുറന്ന് നിങ്ങളിൽ ഒരാളായിട്ട് സംസാരിക്കുക. എത്ര പ്രഗത്ഭമായ ഗാനം പാടി സാക്ഷ്യം പറഞ്ഞാലും ഞാൻ ഉള്ളു തുറന്നു പറയുന്നു, അത് കേവലം ബാഹ്യ വളർച്ചയുടെ സാക്ഷ്യം മാത്രമാണ്. സ്വർഗം അതിൽ സന്തോഷിക്കുന്നില്ല. കരുണ കാണിച്ചവൻ നടത്തിയ വിധങ്ങൾ ശ്രേഷ്ഠമാണ്. അതിനെ ഞാൻ കുറച്ച് കാണുകയല്ല. പക്ഷേ സ്വർഗസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എടുത്തു പറയുവാൻ എന്താ ബൈബിളിൽ പറയുന്നത്? എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? അവിടെ എനിക്ക് 5 മക്കളുണ്ട്, 5 പേരും അമേരിക്കയിലാണെന്നും 3 കാറുണ്ടെന്നും 2 വീടുണ്ടെന്നും എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ടെന്നും എനിക്ക് ആരോഗ്യത്തിന് കുറവില്ലെന്നും പറഞ്ഞാൽ നേരെ സ്വർഗത്തിൽ മുഴങ്ങുന്ന ശബ്ദം, ഞാൻ നിന്നോട് കരുണ കാണിച്ചതാ. നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? അതാ എനിക്കറിയേണ്ടത്. ഹല്ലേലൂയ. ഓ, ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ബാഹ്യ വളർച്ചയല്ല, ഒരാത്മീക വളർച്ച, ഒരാത്മീക പുരോഗതി. ശാഖ രമനെ പ്രൗഢ റിബല ജുഡര രഗന. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അസ്വസ്ഥതകൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. ഏൽപ്പിച്ചു കൊടുക്ക. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ചില അത്ഭുത രോഗ സൗഖ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകും. സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവശക്തി കരുണയായി മാറട്ടെ. രോഗസൗഖ്യം ഭവനങ്ങളിൽ, വ്യക്തികളിൽ, സഭയിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ ഓ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഏൽപ്പിച്ചു കൊടുക്ക. ഓ വിട്ടുകൊടുക്ക. സ്വാതന്ത്ര്യം അനുഭവിക്ക. കൃപ. ഏൽപ്പിച്ചു കൊടുക്ക. വിട്ടുകൊടുക്ക. സൗഖ്യം വ്യാപരിക്കുക. ചില ശരീരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുക. മാറാ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചില വ്യാധികൾ ഭവനങ്ങളിൽ വിട്ടുമാറട്ടെ. ചെല്ലക്കാട് ദൈവസഭ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. Hallelujah.
എന്റെ വാത്സല്യ പ്രിയമുള്ളവരെ, ദൈവദാസന്മാരെന്നുള്ള നിലയിൽ നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളെ മുൻവിധിയോടെ കണ്ടെന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾ അങ്ങനെയുള്ളവരല്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമാണ്. എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ കാണുമെന്ന് വിചാരിച്ചാൽ എന്നെ പോലൊരു മണ്ടൻ ഈ ഭൂമിയിൽ വേറെ ഇല്ല. ഞങ്ങളെ നിങ്ങൾ മുൻവിധിയോടെ കണ്ടെന്ന് വരാം. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്ന ആലോചനകളെ ഒരു കാരണവശാലും മുൻവിധിയോടെ കാണരുത്, മുൻവിധിയോടെ കാണരുത്. അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണെന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. കാരണം ഞങ്ങൾ ഊന്നി നിൽക്കുന്നത് കർത്താവിന്റെ വചനത്തിലാണ്. ആ വചനം ചിലരോട് മാത്രമുള്ളതല്ല, അതെല്ലാവരോടുമുള്ള ദൈവശക്തിയാണ്. ഞാൻ ഒരു ഞായറാഴ്ച സഭായോഗത്തിന് ശേഷം സമാപന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത പോലും ഇല്ലാതെ പെട്ടെന്നൊരു വാക്യം എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ആ വാക്യം 34-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തെ അതൊരു വാക്യമായിരുന്നു. അങ്ങനെ ഒരു വാക്യം അവിടെ ഉരുവിടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ആ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു. അടുത്ത ആഴ്ച സംരക്ഷിക്കേണ്ട പ്രാർത്ഥനയും പരിപാലിക്കേണ്ട പ്രാർത്ഥനയും നടത്തേണ്ട പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞു. സഭായോഗം വന്ന് സമയം പോയി നിൽക്കുക, പ്രാർത്ഥിച്ചൊന്ന് നിർത്തിയാൽ മതി. പക്ഷേ ആ പ്രാർത്ഥന ഇങ്ങനെ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു വാക്യം തികട്ടി വന്നു. ഒരു പ്രേരണ എന്നവണ്ണം ഞാൻ ഉരുവിട്ടു. എന്താണെന്നറിയാമോ? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവയെല്ലാറ്റിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങ് പ്രാർത്ഥന നിർത്തി. എനിക്കൊന്നും തോന്നിയില്ല. പിറ്റേ ഞായറാഴ്ച ഒരു സഹോദരി സഭായോഗത്തിന്റെ സാക്ഷ്യത്തിന്റെ സമയത്ത് എഴുന്നേറ്റു. ആ സഹോദരി സാക്ഷ്യത്തിന്റെ സമയത്ത് എഴുന്നേറ്റപ്പോൾ സഹോദരി ഇങ്ങനെ തുടങ്ങിയത്, കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച ആരാധന നിർത്തുമ്പോൾ ദൈവദാസൻ ഉരുവിട്ടൊരു വാക്യം ഇവിടെ മുഴങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. നീ ആ വാക്യം ഏറ്റെടുക്ക്, നീ ആ വാക്യം ഏറ്റെടുക്ക്. ആ സഹോദരി പറഞ്ഞു, ഞാൻ ഉള്ളു തുറന്ന ആ വാക്യം അങ്ങ് സ്വീകരിച്ചു. ഞാനും ചേർന്ന ആ വാക്യം അങ്ങ് ഉരുവിട്ടു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒരു ദിവസം എന്നും ട്രെയിനിന് ജോലിക്ക് പോകുന്ന സഹോദരിയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ അല്പം നീളം കുറഞ്ഞു വണ്ണമുള്ള ഒരു സഹോദരിയാണ്. ട്രെയിൻ വന്ന് നിന്നു. ഈ സഹോദരി ട്രെയിനിന്റെ നമുക്കറിയാലോ, ആ സ്റ്റെപ്പ് ഭയങ്കര പൊക്കമാ. ഒരുമാതിരി പ്രായമുള്ളവരെയൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കാതെ കയറാൻ പറ്റത്തില്ല. ഒരു കാലയിൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു, എത്തിപ്പിടിച്ചു. ക്രൈസ്തലോ അടുത്ത കാലെടുത്ത് വെക്കുമ്പോൾ കൈ വിട്ടുപിടിച്ചില്ല. ഒരു കൈയിൽ ബാഗും കൊടയും ഇരിക്കുക. വിട്ടുപിടിക്കുവാൻ വേണ്ടി ഓർക്കാതെ വിട്ടു. രണ്ടാം സ്റ്റെപ്പേ നിൽക്കുക, പിടികിട്ടിയില്ല. പുറകോട്ട് മലച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വീണു. വണ്ണമുള്ളൊരു സഹോദരി. ക്രൈസ്തലോ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിൽ നിന്ന് വീഴുക, പുറകോട്ട് മലച്ച് വീഴുക. പിറ്റേ ഞായറാഴ്ച വന്ന് സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ ചതവിന്റെ അടയാളം പോലും ഇല്ലാതെ എൻ്റെ ആ വലിയ വീഴ്ചയിൽ എന്നെ ഉള്ളങ്കയിൽ വഹിച്ച ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലുണ്ട്, സ്വർഗത്തിലുണ്ട്. അന്ന് ആരാധനയിൽ ആ സാക്ഷ്യമുണ്ടാക്കിയ ചലനം നിസ്സാര ചലനമല്ലായിരുന്നു. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനത്തിനൊരു ശക്തിയുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനൊരു ശക്തിയുണ്ട്. കോട്ടയത്തിന് സമീപം കളത്തിപ്പടി എന്ന് പറയുന്ന ഒരു ചെറിയ ജംഗ്ഷനിൽ, കളത്തിപ്പടി എന്ന് പറയുന്ന ഒരു ചെറിയ ജംഗ്ഷനിൽ എൻ്റെ പിതാവ് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞു. ഞാനന്ന് കാറൊക്കെ ഓടിക്കാൻ വലിയ ഹരമായി, ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച സമയമാണ്. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും, എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് കാലത്തിൽ. അതുകൊണ്ട് അദ്ദേഹം വിളിക്കാതെ തന്നെ പോകാൻ ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അന്നും അതുപോലെ കളത്തിപ്പടിയിൽ കൺവെൻഷന് കൊണ്ടുപോയ ശേഷം കൺവെൻഷൻ കഴിഞ്ഞു അദ്ദേഹം സ്റ്റേജിൽ നിന്നിറങ്ങിയ. സാധാരണ നമുക്ക് കല്യാണങ്ങളും കൺവെൻഷനും ഒക്കെ കഴിയുമ്പോൾ ഒരു ഗാനവും ഒരു പാട്ടുമുണ്ട്. സത്യത്തിൽ പല പ്രാവശ്യം അത് വിലക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിലക്കിയാൽ ആര് കേൾക്കാൻ? അതൊക്കെ പ്രൈസ് ദി ലോർഡ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പാട്ടങ്ങ് മൂപ്പിക്കുക. വല്ലോ ഒന്ന് ചോദിച്ച് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞാൽ ആ വെയിറ്റർ നമ്മുടെ പാത്രത്തിൽ തലയിടണം ഇതൊന്ന് കേൾക്കണമെങ്കിൽ. കാരണം കേൾക്കത്തില്ല. കൺവെൻഷൻ കഴിഞ്ഞാൽ ഒന്ന് കുശലം ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ അടിച്ചങ്ങ് തകർക്കുക. ഞാൻ അതിനെ കുറ്റം പറയല്ല, ആത്മീക കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്കൊന്ന് സംസാരിക്കാനും കുശലാന്വേഷണം നടത്തുവാനും ആ സമയത്ത് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കൺവെൻഷൻ കഴിഞ്ഞും ഗാനം അങ്ങ് തകർത്തു വാരുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ, ഞങ്ങൾ പലരുണ്ട്, നോക്കിയപ്പോൾ ആ റോഡിന്റെ അങ്ങേ തലയ്ക്ക് നിന്ന് ഒരു കള്ളി ചെക്ക് ഷർട്ടും ഒരു കള്ളിമുണ്ടും ഉടുത്ത, ഒരു കൈലി ഉടുത്ത ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ
വളരെ വേഗം റോഡ് ക്രോസ് ചെയ്തു. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്തിട്ട് സ്റ്റേജിനടുക്കലേക്ക് അദ്ദേഹം ശീഘ്രം നടക്കുകയാണ്. അദ്ദേഹത്തെ ആ ദേശത്തിലെ പലർക്കും അറിയാം, പേരുകേട്ടി ഒരു റൗഡിയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ശീഘ്രം സ്റ്റേജിലേക്ക് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും പെട്ടെന്നൊന്ന് പകച്ചു, നിർനിമേഷരായി നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. അദ്ദേഹം നേരെ എൻ്റെ പിതാവിന് ഞാൻ അടുത്ത് നിൽക്കുക. പിതാവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ശീഘ്രം ഓടി വന്നിട്ട് അദ്ദേഹം നിലത്തൂന്ന് ആഞ്ഞ്, ശബ്ദം കാരണം ഒന്നും കേൾക്കത്തില്ല, ആഞ്ഞെൻ്റെ പിതാവിൻ്റെ ചെവിയിൽ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ ഒരു ചോദ്യം ചോദിച്ചത് ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. പാസ്റ്ററെ, 3 പേരെ കൊന്ന കൊലക്കേസിലെ പ്രതിയാ ഞാൻ. 3 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്, കൊലക്കേസ് പ്രതിയാ. പക്ഷെ എൻ്റെ പേരിൽ ഒരു തെളിവും ഞാൻ അവശേഷിപ്പിക്കാഞ്ഞതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കോടതികളും എന്നെ വെറുതെ വിട്ടു. പാസ്റ്റർ ഇന്ന് രാത്രി പ്രസംഗിച്ച യേശു എന്നോട് ക്ഷമിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നോക്കണേ, പോയ പോക്ക് നോക്കണമേ. യേശു എൻ്റെ പാപം എന്നോട് ക്ഷമിക്കുമോ? ഇന്ന് പകൽ ഞാൻ വാത്സല്യ ദൈവമക്കളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. മുൻവിധികൾ നമുക്കുണ്ട്, അത് മനുഷ്യ സഹജമാ. പക്ഷെ ഒരു കാരണവശാലും ദൈവവചനത്തെ നമ്മൾ മുൻവിധിയോടെ കാണരുത്. ഞങ്ങൾ വിളിച്ചു പറയുന്ന ആലോചനയെ മുൻവിധിയോടെ കാണരുത്. ഇന്ന് പകൽ എല്ലാറ്റിനെയും മറന്ന് പൗലോസിന്റെ വാക്യങ്ങളിലെ ഏറ്റവും മനോഹര വാക്യമായി പ്രസിദ്ധമായ 100 വചനങ്ങൾ കേട്ടാൽ തന്നെ രോമാഞ്ചമുളവാക്കുന്ന വാചകങ്ങൾ ധന്യനായ പൗലോസ്ലീഹ ഈ പുസ്തകത്തിന്റെ താളുകളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിലും എനിക്ക് പൗലോസിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും ആവേശം തരുന്ന വാചകം 2ാം വരവിനെ കുറിച്ചുള്ള വാക്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഞാനത് പ്രസംഗിക്കും. അത് പറയുമ്പോൾ ഞാൻ രോമാഞ്ചം കൊള്ളും. അത് സത്യമാണെങ്കിലും പൗലോസിന്റെ വാചകങ്ങളിൽ എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയ ഒരു വാക്യം ഏതാണെന്നറിയാമോ? ഞാൻ പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് ഞാൻ മുമ്പിലുള്ള ലാക്കിലേക്ക്, ക്രിസ്തുവേശു എന്ന പരമവിളിയുടെ ലാക്കിലേക്ക് അതിശീഘ്രം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. പുരോഗതിയുടെ ഒരു ലിസ്റ്റ് തനിക്ക് ഒത്തിരി പറയാനുണ്ട്. വിശ്വാസത്തിലേക്ക് പൗലോസ് ചുവട് വെക്കുമ്പോൾ തൻ്റെ പേഴ്സണൽ അസറ്റ്, പിതാവിൻ്റെ സമ്പത്തല്ല, ദേശത്തിലെ സമ്പത്തല്ല, കുടുംബ സ്വത്തല്ല, 9.5 കോടി സ്വത്തിൻ്റെ ഉടമയാ എന്ന് ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗം തന്നെ സന്ദർശിച്ച സമയം ആ വ്യക്തിയുടെ സ്വന്തം അസറ്റ് 9.5 കോടി. 1-ലധികം ബിസിനസ്സുകൾ നടത്തുന്ന ഒരു വ്യക്തി. കൂടാരങ്ങളുടെ ബിസിനസ്സുകൾ നടത്തുന്നു, കപ്പലുകളുടെ ബിസിനസ്സുകൾ നടത്തുന്നു. അപ്പന്റെയും കുടുംബസ്വത്തും വേറെ, അത് കൂട്ടാതെ സ്വന്തം ആസ്തി 9.5 കോടി. 9.5 കോടി. സമൂഹത്തിലെ പിടിപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ പിടിപാട്. മഹാപുരോഹിതന്റെ മുന്നിൽ പോലും മഹാപുരോഹിതനെ മാറ്റാനും ആക്കാനും കപ്പാസിറ്റി ഉള്ള ഒരു വിഭാഗത്തിന്റെ തലവൻ. യഹൂദന്മാരിൽ ഏറ്റവും സുപ്രധാന കൗൺസിലായ സന്നിധി സംഘത്തിന്റെ പ്രധാന സീറ്റിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം കുതിരപ്പുറത്തുകൂടി സഞ്ചരിച്ചാൽ ആരും തന്റെ മുന്നിൽ നിൽക്കത്തില്ല. കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചാൽ മതി, സ്തേഫാനോസിനെ പോലെയുള്ള സുവിശേഷകന്മാർ റോഡിൽ പിടഞ്ഞു വീഴും. അത്രയ്ക്ക് കേസൊന്നുമില്ല, അറസ്റ്റ് ചെയ്യത്തില്ല. അത്രയ്ക്ക് പിടിപാടും കഴിവും വിദ്യാഭ്യാസം നോക്കിയാലോ എത്രയോ ശ്രേഷ്ഠമേറിയ വിദ്യാഭ്യാസത്തിന്റെ ഉടമ. ഞാൻ അതിന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. ഇത്ര ലിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെക്കാളും, ചെല്ലക്കാട് ദേശത്തുള്ള, റാന്നി ദേശത്തുള്ള സകലരെക്കാളും നന്മകളുടെ നീണ്ട നിര മാത്രം എഴുതുവാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിലും വിശ്വാസത്തിന്റെ ശക്തിയും ഉണർവും തന്റെ മേൽ ആഞ്ഞടിച്ചപ്പോൾ ആ ഭക്തൻ പറഞ്ഞ വാചകം ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും ഒരു വെല്ലുവിളിയായിരിക്കണം. എന്താ? എന്റെ പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ള ലാക്കിലേക്ക്, ക്രിസ്തുവേശു എന്ന പരമവിളിയുടെ ലാക്കിലേക്ക് അതിവേഗം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഓട്ടക്കളത്തിൽ തളർന്ന ഒരു ലിസ്റ്റ് ഉള്ളവരുടെ മുന്നിലാണോ ഞാൻ നിൽക്കുന്നത്? അതോ ശീഘ്രം ഓടുന്ന ഒരു കൂട്ടം ഭക്തജനമെന്ന് സാക്ഷ്യം പറയുവാൻ വീര്യമുള്ള എത്ര പേർ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്? ഇന്ന് പകൽ തൃപ്തി അടയുന്ന അനുഭവത്തെ മാറ്റിവെക്കാം. തൃപ്തി അടയരുതേ, അത് അപകടമാ. ഇത് മതി എന്ന് വെക്കരുതേ, അത് അപകടമാ. സമ്പത്ത് മതി എന്ന് വെച്ചോ, നന്മയാ. ജോലി കുഴപ്പമില്ലെന്ന് വെച്ചോ, പ്രമോഷൻ ഇല്ലെങ്കിലും സാരമില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്. എണ്ണി പറയുവാൻ ലിസ്റ്റ് ഇല്ലെങ്കിലും വേണ്ട, അവൻ നടത്തുന്നുണ്ടല്ലോ. പക്ഷെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മതി എന്നൊരു ചിന്ത ഉണ്ടാകരുതേ. അത് ഒതുക്കുന്ന ദുഷ്ടശക്തിയാണ്. ഇന്ന് പകൽ പൗലോസ് പറയുന്നത് പോലെ ഒരു ഇരട്ടി ബലത്തിനായി, ഒരു ഇരട്ടി ശക്തിക്കായി, ഓ ശാഖ മാന റീമ രഗലെ
ഞാൻ ദൈവമക്കൾ ഒരു കാര്യം കൂടെ പറയപ്പോൾ ദൈവമക്കൾ മനസ്സിലാകും. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യണം. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ സെറ്റായി. ഈജിപ്തിൽ അടിമകളാണെങ്കിലും എല്ലാം ഉണ്ട്. കയറിക്കിടക്കാൻ ഇടമുണ്ട്, വസ്ത്രം മാറാൻ പണമുണ്ട്. ആഹാരത്തിന്റെ ലിസ്റ്റ് നമ്മൾ വായിച്ചിട്ടില്ലേ? എന്തായിരുന്നു ആഹാരത്തിന്റെ ലിസ്റ്റ്? വളരെ മനോഹരമാ. ഇറച്ചി, ചുമന്നുള്ളി, പടവലങ്ങ, വെള്ളരിക്ക, ചിറ്റുള്ളി, ചീര. പറയാ അവര് പറഞ്ഞ, ദൈവം പറഞ്ഞോ മോശം പറഞ്ഞതല്ല. എന്താ പറഞ്ഞറിയാമോ? സമൃദ്ധി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇറച്ചി കിട്ടാതെ ബുദ്ധിമുട്ട് പോകുന്ന ദേഷ്യം വന്നപ്പോൾ പറഞ്ഞ, എടാ ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ സമൃദ്ധിയെ കാണിക്കുന്നു. ഒരു ദിവസമല്ല, എന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാ സമൃദ്ധിയും ഉണ്ട്. സെറ്റായി, ലൈഫ് സെറ്റായി. മനസ്സിലായി? ചെല്ലപ്പോണ്ട ബുദ്ധിമുട്ടും അടിയൊക്കെ ഉണ്ടെങ്കിലും ലൈഫ് അവിടെ അങ്ങ് സെറ്റായി, നോ പ്രോബ്ലം. ദൈവത്തോട് പറയുക. പക്ഷേ ഇങ്ങനെയുള്ള ലിസ്റ്റുകൾ നിരത്തിയപ്പോഴും സ്വർഗ്ഗം മോശയോട് പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നെ ആരാധിപ്പാൻ എന്റെ ജനം ഇറങ്ങിയേ മതിയാകൂ. എന്ത് ഗൗരവത്തിലാ കാണുന്നേ, എന്ത് ഗൗരവത്തിലാ. ഇന്ന് പകലാ സ്വയം തൃപ്തിയെ നമുക്കൊന്ന് മറക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പോകേണ്ടത് ആവശ്യമാണെന്ന് സമയം എന്നെ ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ആകയാൽ നാം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാം എന്നൊരു വാക്യമുണ്ട്. പിന്നെ വായിച്ചാൽ മതി. നാം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. എന്താ ഈ സ്വസ്ഥത? ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം വേദനയോടെ അങ്ങ് പറയുക. ഇന്ന് നമ്മുടെയൊക്കെ വിചാരം ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് 2-3 മണിക്കൂർ സുഖമായിട്ട് ഇരുന്നിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകുന്ന സ്വസ്ഥതയാണ്. വേർക്കത്തില്ല, ക്ഷീണമില്ല, അസ്വസ്ഥയില്ല, വളരെ സ്വസ്ഥതയാണ്. കോവിഡ് വരുത്തിയൊരു വിനയാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. കോവിഡ് വരുത്തിയ ഏറ്റവും വലിയ വിന, ഒത്തിരി പേര് വിട്ടുപോയെന്നുള്ളത് ശരിയാണെങ്കിലും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡ് വരുത്തിയ ഏറ്റവും വലിയ വിനയം എന്താണെന്നറിയാമോ? ഇന്നും കണ്ടോണ്ടിരിക്കാനാണ് ഇഷ്ടം. കണ്ടോണ്ടിരിക്കാം. ഐ ആം ഓക്കെ, വെരി കൂൾ. വീട്ടിലായിരുന്നെങ്കിൽ കൈലി മാറണ്ടായിരുന്നു, നൈറ്റി മാറണ്ടായിരുന്നു. വീട്ടിലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറിക്കുകയും കൂടെ ചെയ്യായിരുന്നു. ഇഷ്ടമുള്ളപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത ഒറ്റ ഞെക്കിൽ ആരാധന തീരും. ജസ്റ്റ് ആരാധന തീർന്നു. 2 മണിക്കൂർ ആരാധനയിൽ 25 മിനിറ്റ് ആകുമ്പോൾ മതി, ഓക്കെ മോനെ ആ ഫോൺ അങ്ങ് ഓഫ് ആക്കിയേക്കടാ, തീർന്നു. ആരാധന സ്വിച്ച് ഓഫിൽ വിരൽത്തുമ്പിൽ നമ്മൾ നിയന്ത്രിച്ചു, കണ്ടുകൊണ്ടിരുന്ന് ആസ്വദിച്ചു. കോവിഡ് കഴിഞ്ഞും ഞാൻ വേദനയോട് പറയാം, നമ്മുടെയൊക്കെ സഭായോഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്വസ്ഥതയാ, സ്വസ്ഥതയാ. ഞാൻ നമ്മുടെ ഇടയിൽ കണ്ട സ്വസ്ഥത. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, പ്രൈസ് ഉള്ള കാര്യം പറയുക. പാട്ട് പാടേണ്ടവർ പാടത്തില്ല, കൈയടിക്കേണ്ടവർ കൈയടിക്കത്തില്ല, പാട്ട് പാടേണ്ടവർ പാടത്തില്ല. അത് എം ഇ ചെറിയാച്ചാൻ എഴുതിയ പാട്ടാണെങ്കിലും 100 പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഈ നാവൊന്ന് ചലിക്കണമെങ്കിൽ സ്വസ്ഥതയിരിക്കുക, സ്വസ്ഥതയിരിക്കുക. കൈയടിക്കേണ്ടവർ കൈയടിക്കത്തില്ല, ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടവർ ആരാധിക്കത്തില്ല, സ്തുതിക്കത്തില്ല. പിന്നെന്താ അതിന് പകരം? സുഖമായുള്ള ഇരിപ്പ്. ഞാൻ പി സി ചെറിയ അംബാസിഡറോട് വന്നപ്പോഴേ ചോദിച്ചു, നമുക്കൊന്ന് എയർ കണ്ടീഷനൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭാ ഹോള് അടുത്ത 2 ആഴ്ചക്കകം എയർ കണ്ടീഷൻ ചെയ്യും. ഞാൻ അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തു. ഇവിടെ എയർ സി വെച്ചാൽ നമുക്ക് ഈ നല്ല നിലയിൽ ഇത് ടോപ്പ് ഇങ്ങനെ സീലിംഗ് ചെയ്തതുകൊണ്ട് എ സിക്ക് ഇച്ചിലൂടെ തണുപ്പൊക്കെ നിൽക്കും. ജനലൊക്കെ അടിച്ച് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിരിക്കുക. പക്ഷെ ഞാൻ ശുശ്രൂഷിച്ചത് ഒത്തിരി പൊക്കമായതുകൊണ്ട് എ സിക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ഇതിനിടയ്ക്ക് പറഞ്ഞു ഞങ്ങളിതൊക്കെ കണ്ടാൽ ഇങ്ങനെയുള്ള പുരോഗതിയെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഞാൻ പറഞ്ഞു, അപ്പം നല്ലതാ, പ്രൈസ് ദി ലോർഡ്, സുഖമാ. എ സി ഇല്ലെങ്കിലും പ്രസംഗിച്ചതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വേർക്കുന്നത്. കൈയടിച്ച നിങ്ങൾ ചിലരൊക്കെ വേർത്ത് കാണും. വളരെ സ്വസ്ഥതയാണ്, പ്രൈസ് ദി ലോർഡ്. അതിന് പകരം എന്താ നമ്മുടെ സ്വസ്ഥത? എന്തുവാ? വന്നിരുന്നൊന്ന് മയങ്ങുക, ഒന്ന് ഉറങ്ങുക, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക, എഴുന്നേറ്റ് പോകണമെന്ന് തോന്നുമ്പോൾ എഴുന്നേറ്റ് പോകുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഉള്ള കാര്യം, ഞാനും ഒരു പാസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും നല്ല പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഉള്ളു തുറന്നങ്ങ് ചോദിക്കട്ടെ, നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലോ നമ്മുടെ ഒരു ബന്ധു വീട്ടിലോ നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലത്തോ പോകുന്നതിൻ്റെ 1/4 സന്തോഷം
ദൈവസന്നിധിയിൽ വന്ന് ഇരുന്ന് അനുഭവിക്കാതെ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, തിരിഞ്ഞു നോക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ മുന്നിൽ വന്നിരുന്ന് താഴെ ഇരുന്ന ഒരു കസേര ഇരുന്നിട്ട് വേദപുസ്തകം നെഞ്ചോട് പിടിച്ചിരിക്കുന്ന ഒരു സഹോദരൻ, ഞാൻ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹത്തെ കാണും. അദ്ദേഹം വീട്ടിൽ പോലും ഇത്ര സുഖമായിട്ട് ഉറങ്ങാറില്ല. 100% എനിക്കറിയാം. ഈ സൗണ്ട് സിസ്റ്റം 100 ഞങ്ങൾ വെച്ചിരിക്കുന്നത്, കൊളുത്തി വെച്ചിരിക്കുക. ഇപ്പം ശുശ്രൂഷിക്കുന്നിടത്തല്ല, നേരത്തെ ഇപ്പം ലൈവൊക്കെ ഉണ്ട്, കേട്ടിട്ട് ഒരു വല്ല ഞങ്ങളെക്കുറിച്ച് വല്ല ചിന്തിക്കേണ്ട. നേരത്തെ ശുശ്രൂഷിച്ച ഒരു സ്ഥലത്ത് സൗണ്ട് സിസ്റ്റത്തിന്റെ താഴെയുള്ള കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം തുടങ്ങുമ്പോൾ മുതൽ ഉറങ്ങാൻ തുടങ്ങും. ഇവിടെ അങ്ങനെ ആരെയും കാണാത്തതുകൊണ്ട് ഞാനങ്ങ് തുറന്നു പറയുക, തീരുന്നത് വരെ അദ്ദേഹം ഉറങ്ങണമെങ്കിലും റെഡിയാ. അദ്ദേഹത്തിന്റെ വീട് നല്ല ധനികനായ ഒരു ദൈവദാസ സഹോദരനാ. വീട്ടിൽ പോലും ഇത്ര സുഖമായിട്ട് AC മുറിയൊക്കെയാ. ഉറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാ. സുഖമായി അദ്ദേഹം ഉറങ്ങും. ഒരു ഞായറാഴ്ച ഉറക്കം കൂടിപ്പോയി. ബൈബിൾ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുക, ഇങ്ങനെ ഇരുന്നാ ഉറങ്ങുന്നത്. ഉറക്കത്തിന്റെ മൂർത്തിൻ്റെ അവസ്ഥയിൽ കൈ ഒന്ന് അഴിഞ്ഞുപോയി. ഈ ബൈബിള് ടടപടപടാ താഴോട്ടങ്ങ് വീണു. പുള്ളിക്കൊരു ചമ്മല്. പുള്ളി ചാടി അങ്ങോട്ട് കുനിഞ്ഞ് ബൈബിൾ എടുത്ത് നെഞ്ചത്തോട്ട് വെച്ച് സ്തോത്രം സ്തോത്രം എന്ന് 2 സ്തോത്രം. ഞാൻ സത്യത്തിൽ വിചാരിച്ച് എന്തിനാ സ്തോത്രം പറഞ്ഞത്? ഉറക്കത്തിനൊരു ഭംഗം നേരിട്ടത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചില സഹോദരിമാരും രാത്രി പട്ടി നിർത്താതെ കുരച്ചാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോഴാ രാത്രി സ്തോത്രം പറയുന്ന കാര്യം ഓർക്കുന്നത്. വാഹനം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഒന്ന് വെട്ടിച്ചാൽ അടുത്തിരിക്കുന്ന സഹോദരി സ്തോത്രം സ്തോത്രം സ്തോത്രം. എടാ, സ്തോത്രം പറയേണ്ട സമയം എത്രയോ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്രയോ അവസരങ്ങൾ ദൈവം തന്നു. എന്നാൽ ജീവിതത്തിന്റെ ഇങ്ങനെയുള്ള ചില മേഖലകളിൽ മാത്രം ഈ സ്വസ്ഥതയൊന്ന് ഈ സ്വസ്ഥതയുടെ അനുഭവം ഒന്ന് ലംഘിക്കുന്നവരായി മാത്രം സ്തോത്രവും സ്തുതിയും പറയുന്നവരായി നമ്മുടെ ഇടയിൽ ഒരു സമൂഹം അധപ്പതിച്ചിരിക്കുമ്പോൾ, അടുത്ത ദിവസം ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഉറപ്പായി ദൈവമക്കളോട് പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ശക്തമായ ഒരു പുരോഗതിയിലേക്ക്, ഒരു മടങ്ങി വരവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ, ഉറക്കം, മയക്കം ആത്മാവിനെ ജ്വലിപ്പിക്കത്തില്ല. അന്യഭാഷയില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അന്യഭാഷയുടെ ശബ്ദം കുറയുന്നു, സ്തുതിയുടെ ശബ്ദം കുറയുന്നു. ഇതല്ല എബ്രായ ലേഖനം 4:11 സ്വസ്ഥത. എബ്രായ ലേഖനത്തിലെ സ്വസ്ഥത എന്ന് പറയുന്നത് അവന്റെ സന്നിധിയിൽ നമ്മൾ ബലപ്പെടുന്നതാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ സന്നിധിയിൽ നമ്മൾ ശക്തിപ്പെടുന്നതാ. അവന്റെ സന്നിധിയിൽ ഉണർവോടെ നിൽക്കുന്നതാ. നമ്മൾ ഈ സ്വസ്ഥതയിൽ വരാതിരിക്കുവാൻ നമുക്കെതിരെ ഉണ്ടായ പോരാട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ സ്വസ്ഥതയുടെ മാർഗത്തിൽ വരുവാൻ കഴിഞ്ഞവർ ഇവിടെ വന്നിരുന്ന സ്വസ്ഥതയുടെ സന്തോഷം നഷ്ടപ്പെടുത്തരുതേ. ഹല്ലേലൂയ. ഞാൻ ഇനിയും പറയുന്ന കാര്യം ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുതേ. ഒരു സെമിത്തേരിയിൽ നിന്ന് ആരുമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഒരു സെമിത്തേരിയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഒരു വഴക്കില്ല, അവിടെ ഒരു സംസാരമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചത് എങ്ങനെയാ, ഈ ഭൂമിയിലെ ഏറ്റവും സ്വസ്ഥതയുള്ള സ്ഥലം സെമിത്തേരിയ. നോ പ്രോബ്ലം. വഴക്കില്ല, വക്കാണമില്ല, പേടിപ്പീരില്ല, കണ്ണുരുട്ടലില്ല. ഏറ്റവും സ്വസ്ഥമായ സ്ഥലം. ഇന്ന് അനേകർ സഭയെ ഒരു സെമിത്തേരിയായി കാണുമ്പോൾ, എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം, ഞാനിവിടെ ഇരുന്നോളാം, എന്നെ ഉപദ്രവിക്കരുത്. പണ്ടൊരു സ്ഥലത്തൊരു പ്രവാചകൻ, തീപ്പൊരി പ്രവാചകൻ ദൂത് പറയാൻ ചെന്നു. സഹോദരന്മാർ, നിങ്ങളെ വിരൽ നിങ്ങൾ പേടിക്കരുത്, സഹോദരന്മാരോടായിരുന്നു. അപ്പൊ ഈ പ്രവാചകൻ പ്രവചിച്ചു തുടങ്ങിയപ്പോൾ മുതലേ ഒരു ചെറുപ്പക്കാരൻ ഇച്ചിരി പരിങ്ങലിരിക്കുക. അവനൊരു പേടി, എന്റെ നേരെയും വിരൽ ചൂണ്ടും. പുള്ളി വിരൽ ചൂണ്ട്, ഇങ്ങനെ വിരൽ ചൂണ്ടുക. അപ്പം പുള്ളി ഇങ്ങനെ പാടെ ബുദ്ധിമുട്ടിരിക്കുക. അപ്പം ദൂതങ്ങോട്ട് പ്രകാശിച്ചു, ആരാധന അങ്ങോട്ട് ശക്തമായി, എല്ലാവരും കണ്ണടച്ച് ആരാധിച്ചു. ഇങ്ങനെയൊക്കെ ദൂത് വരിക. മൈക്ക് പിടിച്ചിട്ടുണ്ട് പ്രവാചകൻ. അദ്ദേഹം തൊടത്തില്ല, അദ്ദേഹം വിരൽ ചൂണ്ടുക. അപ്പോൾ ഇവനിങ്ങനെ പമ്മി, പുള്ളിക്ക് ആദ്യം പോലെ ദൃഷ്ടിപ്പെട്ട് കാണും. പുള്ളി ഇങ്ങോട്ട് ആരാധന, ദൂത് അങ്ങോട്ട് ഒറ്റ വിരൽ, മകനെ. ഇപ്പൊ എല്ലാവരും കണ്ണടച്ചിരിക്കുകയല്ലേ. പ്രവാചകന് പിന്നെ കണ്ണം കടിച്ചു, മകനെ ചൂണ്ടിട്ട്. ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ പെതുക്കെ ഈ സൈഡിലോട്ട് അങ്ങ് നിരങ്ങി മാറി.
ഇവിടുന്ന് വിരൽ ചൂണ്ടിയാ ഞാൻ ഇറങ്ങി വേണ്ടിയ ചൂണ്ടൽ പി സി ചെറിയാൻ പാസ്റ്റർ നേരെയാ. പുറകിൽ ഇച്ചിരി നല്ല പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇരിക്കുകയായിരുന്നു. ജനം ദൂതിന്റെ ഗൗരവം കേട്ടപ്പോ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അപ്പച്ചന്റെ നേരെയാ. അപ്പച്ചന്റെ നേരെയാ. അപ്പം പലരും മനസ്സിലായിട്ടാ അപ്പച്ചൻ ഇത്രയും വലിയ ഭയങ്കരനായിരുന്നോ? പക്ഷെ ദൂത് ആർക്ക് നേരെയായിരുന്നു? അവനിച്ചിരി അലമ്പ. അവൻ അലമ്പിന്റെ മൂർത്തന്നെ അവസ്ഥ നിൽക്കുന്നുണ്ട്. വിരൽ ചൂണ്ടിയപ്പോഴേ അവൻ സ്ഥാനം ഒരുക്കിയിട്ടിരുന്നു. അവൻ നേരങ്ങി അങ്ങ് മാറി. ദൂത് നേരെ ഒരു അപ്പച്ചന്റെ നേരെ. അന്ന് അപ്പച്ചന്റെ വീട്ടിലുണ്ടായ പുകിലെന്ത് ഭയങ്കരമായിരിക്കും. പ്രൈസ്തല്ലോ. അമ്മച്ചി എന്തുമാത്രം ഹാലിളകി കാണും. നിങ്ങൾ ദൈവത്തെയും മനുഷ്യനെയും കളിപ്പിച്ച് നടക്കുക ഇല്ലേ? പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ വന്നപ്പോൾ നിങ്ങളുടെ കള്ളിയെല്ലാം പൊളിഞ്ഞില്ലേ? അപ്പച്ചൻ മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞില്ല. പ്രൈസ്തല്ലോ. ഞാൻ ഈ പറഞ്ഞ എന്താണെന്നറിയാമോ? ഉള്ളു തുറന്ന് ഞാനങ്ങ് പറയുക, ഇവിടെ ചിലത് സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സെമിട്രി ആണെങ്കിൽ ഓക്കെ, പ്രൈസ്തലോ. ഇവിടെ ചലനവും വേണ്ട, ജീവൻ വേണ്ട, നിർജീവ അവസ്ഥയിൽ. പ്രൈസ്തലോ. ഇവിടെ ഒന്നും സെമിട്രിയിൽ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ഒരു ഭവനത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോഴേ ദൈവദാസന്മാരായി ഞങ്ങൾ പോലും ആ സ്ഥലത്തോട്ട് പോകാറുള്ളൂ. അതൊരു സ്വസ്ഥതയുടെ സ്ഥലമാ, ഏറ്റവും സ്വസ്ഥതയുള്ള സ്ഥലമാ. സെമിട്രിയിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇവിടെ ചിലത് സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൂതിന്റെ സമാപനത്തിലേക്ക് നിർബന്ധമായും വരേണ്ടുന്ന ഒരു സമയത്ത് എത്തിയിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളു തുറന്നങ്ങ് സംസാരിക്കുക. എൻ്റെ വാത്സല്യ സഹോദര, നമ്മളെക്കുറിച്ചുള്ള ചില മേലെഴുത്തുകൾ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് തിരുത്തി കുറിക്കണം. എന്താ നമ്മളെക്കുറിച്ചുള്ള മേലെഴുത്തുകൾ? ദൈവദാസന്മാരായി ഞങ്ങളുടെ ഉള്ളിലുള്ള മേലെഴുത്തുകൾ, വാത്സല്യ കർത്താവിന്റെ ദാസിയെ, ഞങ്ങളുടെ ഉള്ളിലുള്ള ചില മേലെഴുത്തുകൾ, സ്വർഗം പോലും ധരിച്ചു വച്ചിരിക്കുന്ന ചില മേലെഴുത്തുകൾ ഈ ദിവസങ്ങളിൽ ആത്മശക്തിയാൽ നമുക്കൊന്ന് തിരുത്തി കുറിക്കാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ചില സഹോദരന്മാരെ കുറിച്ച് എൻ്റെ ഉള്ളിലുള്ള മേലെഴുത്ത് ഇവിടെയല്ല, ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് മേലെഴുത്ത് കൈയടിക്കാത്ത സഹോദരൻ, പാട്ടുപാടാത്ത സഹോദരൻ, അഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹമില്ലാത്ത സഹോദരൻ, ആരാധിക്കുവാൻ താല്പര്യമില്ലാത്ത സഹോദരൻ, സ്തുതിക്കാൻ താല്പര്യമില്ലാത്ത സഹോദരൻ, ആരാധനയ്ക്ക് വന്നാൽ ഉറങ്ങുന്ന സഹോദരൻ. അങ്ങനെ സഹോദരി എന്നും വേണമെങ്കിൽ വിളിക്കാം. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വിളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചില മേലെഴുത്തുകളുമായി ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന ഈ അനുഭവങ്ങളെ ഈ ദിവസങ്ങളിൽ ഒന്ന് തച്ചുടച്ച്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മേൽ തൊടുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങളുടെ ഇടയിൽ വന്ന് സ്പർശിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ദൈവാത്മാവ് സംസാരിക്കുന്നു. ചില മേലെഴുത്തുകൾ യേശുവിന്റെ നാമത്തിൽ ചെല്ലക്കാട് ദൈവസഭയെ കുറിച്ചുള്ള മേലെഴുത്തുകൾ, ചില കുടുംബങ്ങളെ കുറിച്ചുള്ള മേലെഴുത്തുകൾ ഇന്ന് പകൽ തിരുത്തി കുറിക്കണം, തിരുത്തി കുറിക്കണം. ദൈവാത്മാവ് ഇടപെടുക, തിരുത്തി കുറിക്കണം. യേശുവിന്റെ നാമത്തിൽ തിരുത്തി കുറിക്കട്ടെ. ഉണർവ് വ്യാപരിക്കണം. ഞാൻ അവിടെ പറയുമ്പോൾ മറ്റൊരു വിഷയം, ഞാൻ കരുതി വെച്ച ഒരു വിഷയം എനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. ഇന്ന് സമൂഹം നമ്മൾ വിചാരിക്കുന്നതിലും അപകടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ഈ സമൂഹത്തിന്റെ പ്രത്യേകത? ഏറ്റവും വലിയ പ്രത്യേകത, ആത്മീകമായി നമ്മുടെ സമൂഹം തകർന്നു. 100 പേരുള്ള ഒരു സഭയിൽ, ചെല്ലക്കാട് അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു, ഒരു 50 പേരേ ഉള്ളൂ ദൈവശക്തി അനുഭവിച്ച് ആരാധിക്കുന്നവർ. പക്ഷെ വർഷത്തിന്റെ കണക്ക് 30 വർഷത്തെ പാരമ്പര്യമാ. 30 വർഷത്തെ പാരമ്പര്യം, അല്ലെങ്കിൽ 25 വർഷത്തെ പാരമ്പര്യം വേണ്ട, 1 വർഷത്തെയെങ്കിലും പാരമ്പര്യം ഉണ്ടല്ലോ. 100 പേരുള്ള ഒരു സഭയിൽ ആരാധന 50 പേരിലേക്ക് ചുരുങ്ങി, ഉണർവ് 25 പേരിലേക്ക് ചുരുങ്ങി. ഞാൻ ഉള്ളു തുറന്ന് ചോദിക്കട്ടെ, ഒരു സഭായോഗത്തിൽ അവിടെ ഒന്ന് ചലനം സൃഷ്ടിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? ഇവിടെ പലതിനും വിലക്കുണ്ടെങ്കിലും ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി ഫാൻ മുട്ട ചാടിയാലും ദൈവദാസൻ പറയത്തില്ല, സഹോദര അത്രയും ആരാധനയൊന്നും ഇവിടെ വേണ്ടെന്ന് പറയത്തില്ല. ഒരു സഹോദരി ആത്മനിറവിൽ ഇവിടെ ഒരു പാട്ടിന്റെ പകുതി വെച്ച് കുറയ്ക്കേണ്ടി വന്നാലും ആത്മാവിൽ സന്തോഷിച്ച് തുള്ളിച്ചാടിയാൽ, വേണ്ട സഹോദരി പാട്ടാ വലുത്, ആരാധന നിർത്തുന്ന ഒരു ദൈവദാസനും പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ ഓർത്തോണം, നമ്മളിൽ എത്ര പേർ ദൈവസന്നിധിയിൽ ഒരു ചലനം സൃഷ്ടിക്കുന്നുണ്ട്? നമ്മളിൽ എത്ര പേർ ദൈവവചനത്തിന്റെ ശക്തി ആസ്വദിക്കുന്നുണ്ട്? നമ്മളിൽ എത്ര പേർ ആരാധനയുടെ ശക്തി ആസ്വദിക്കുന്നുണ്ട്?
നമ്മളിൽ എത്ര പേരിൽ ഉണർവ് വ്യാപരിക്കുന്നുണ്ട്? നമ്മളിൽ എത്ര പേർ തൃപ്തിയോടെ മടങ്ങുന്നുണ്ട്? ഓ, ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്തിന്റെ പേരിൽ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം. എന്റെ വാത്സല്യ പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കുന്ന സ്ഥലമാ. എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ തിരുത്തിക്കോണം. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കുന്ന ഇടമാ സഭ. ഇവിടെ ഇരിക്കുന്നത് പോലെ നമ്മൾ അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇരിക്കും. അവിടെ ഞാനോ ദൈവദാസനെ പോലുള്ളവരോ ആയിരിക്കത്തില്ല മുന്നിൽ. അവിടെ നിൽക്കുന്നത് തേജോമയനും സർവശക്തനും ആരാധനയ്ക്ക് യോഗ്യനുമായിരിക്കും. ആഗ്രഹം എന്തുവാ? സ്വർഗത്തിൽ പോകണം, കർത്താവിനോടുകൂടെ വസിക്കണം. ഞാനൊരു കാര്യം പറയാം, ഇതൊരു പ്രൊബേഷണറി പീരീഡാ. പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ പ്രൊബേഷണറി പീരീഡ്. പെർമനന്റ് ആക്കുന്നതിന് മുമ്പ് യോഗ്യനാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ജോലിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരുമ്പോൾ പറയും ഇത് പെർമനന്റ് അപ്പോയിന്റ്മെന്റ് അല്ല, 3 മാസം ഞങ്ങളൊന്ന് വാച്ച് ചെയ്യും. ഈ ജോലിക്ക് നിങ്ങൾ യോഗ്യനാണോ, ഈ സ്ഥാപനത്തിന് നിങ്ങൾ യോഗ്യനാണോ, നിങ്ങളുടെ ഔട്ട്പുട്ട് ഓക്കെ ആണോ എന്ന് ഞങ്ങൾ വീക്ഷിക്കുന്ന ഒരു സ്ഥലം. ഞങ്ങൾക്ക് തൃപ്തി വന്നാൽ 3 മാസത്തിന് ശേഷം ഞങ്ങൾ ഒരു ലെറ്റർ തരും. ആ ലെറ്റർ പെർമനന്റ് അപ്പോയിന്റ്മെന്റാ. ഇത് പെർമനന്റ് അല്ല. അതിന്റെ ഒരു അവസ്ഥ എന്താണെന്നറിയാമോ? പ്രൊബേഷണറി പീരീഡിൽ 3 മാസം കഴിയുമ്പോൾ വീട്ടിൽ പറഞ്ഞു വിടാം, തോന്നിയാൽ ഇടയ്ക്ക് വെച്ചും വേണ്ടെന്ന് പറയാം. അതാ പ്രൊബേഷണറി പീരീഡ്, പെർമനന്റ് ആകുന്നതിന് മുമ്പുള്ള അനുഭവം. പക്ഷെ പെർമനന്റ് ആയാൽ എന്നും നിത്യ കാലഘട്ടം, റിട്ടയർമെന്റ് വരെയാ. ഞാൻ നിങ്ങളോട് ഉള്ളു തുറന്നങ്ങ് ചോദിക്കാൻ പോകുകയാണ്. സത്യമായിട്ട് പറയണം. നിങ്ങൾ പറയണം, പെർമനന്റ് ആണോ വലുത്, പ്രൊബേഷണറി ആണോ വലുത്? നിങ്ങൾ തുറന്നു പറ. അല്ല, പെർമനന്റ് അല്ല വലുത്. അങ്ങനെ ധരിക്കും. പ്രൊബേഷണറി പീരീഡാ പ്രധാനപ്പെട്ടത്. പ്രൊബേഷണറി പീരീഡിൽ കൊള്ളാമെന്ന് തോന്നിയാലേ പെർമനന്റ് കിട്ടത്തുള്ളൂ. പ്രൊബേഷണറിൽ പരാജയപ്പെട്ടാൽ കേവലം 3 മാസം അടുത്ത ആളിനെ അപ്പോയിന്റ് ചെയ്യും പ്രൊബേഷണറി പീരീഡിൽ നോക്കാൻ. ഈ എന്റെയും നിങ്ങളുടെയും സഭാ കാലഘട്ടം, വിശ്വാസ കാലഘട്ടം, ഇത് പെർമനന്റ് അല്ല, പ്രൊബേഷണറി. പെർമനന്റ് ഞാൻ വായിച്ചു നിർത്തിയ അവസാന ഭാഗം, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. പ്രൈസ് ദി ലോർഡ്. അതാ പെർമനന്റ്. പക്ഷെ ആ പെർമനന്റ് കിട്ടണമെങ്കിൽ ഈ താൽക്കാലിക അനുഭവത്തിൽ നമ്മൾ യോഗ്യരെന്ന് തെളിയിക്കണം. ശമന റിഖമന പ്രൗഢമന ചുടല റിഗല ഹസ്കനെ പ്രൗഢമന. ഇവിടെ നമ്മൾ യോഗ്യരെന്ന് തെളിയിച്ചില്ലെങ്കിൽ പെർമനന്റ് ലെറ്റർ എങ്ങനെ കരത്തിൽ തരും? ഞാന് ദൈവമക്കളോട് പറയട്ടെ, ഞാൻ വലിയൊരു ഭാഗം ഇന്ന് മിസ് ചെയ്യുക. ഞാൻ സംസാരിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ദൈവദാസനോട് രാത്രി സംസാരിച്ചപ്പോൾ ദൈവദാസ് എന്നോട് പറഞ്ഞു 10:30 വരണം, സമയം തരുമെന്ന് പറഞ്ഞു നേരത്തെ. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവദാസനെ അങ്ങേപ്പോലെ ഈ 10:30 മുതൽ 1 മണി വരെ പ്രസംഗിക്കാനൊന്നും കപ്പാസിറ്റി ഉള്ള വ്യക്തിയല്ല ഞാൻ. ക്രൈസ്തലോ. 10:30, 11:30, 10:30, 11:30, 12:30, 1, 2.5 മണിക്കൂർ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛൻ ആദ്യം 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് എനിക്ക് തന്നാ മതി. ക്രൈസ്തലോ. ഈ 2.5 മണിക്കൂർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നാൽ പിന്നെ 10:45 ആകുമ്പോഴത്തേനെ വരണം. ഞാൻ 11 മണിയായിട്ടാണ് വന്നത്. ക്രൈസ്തലോ. കാരണം പിടിച്ചങ്ങോട്ട് നിൽക്കുക. എനിക്ക് ശരീരത്തെ ഒത്തിരി ബലഹീനതയുള്ള ഒരു വ്യക്തിയാണ്. ക്രൈസ്തലോ. ശാരീരിക ക്ലേശങ്ങളുള്ള ആളാ. അപ്പോൾ ഒത്തിരി നേരം നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സമയമൊക്കെ ചുരുക്കി ഏൽപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. പക്ഷേ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം സമയം നമ്മുടെ മുന്നിൽ വളരെ ശീഘ്രം നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. വേദപുസ്തകം പരിശോധിച്ചാൽ ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തമേറിയ ആരാധന വെളിപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഏറ്റവും ശക്തമേറിയ ആരാധന വെളിപ്പെട്ട സ്ഥലം, ഭയങ്കര ആരാധനയുടെ സ്ഥലം ഏതെന്ന് നിങ്ങൾക്ക് പറയാമോ? എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യവുമില്ല, തകർത്തെറിയുന്ന വെല്ലുവിളിയാ. പക്ഷെ ആരാധനയിൽ അവർ പിന്മാറിയില്ല. ആരാധന വെളിപ്പെട്ടത് ഫിലിപ്പിയ കാരാഗൃഹത്തിൽ
പൗലോസും ശീലാസും വെളിപ്പെടുത്തിയ ആരാധനയല്ല. ആരാധന വെളിപ്പെട്ടത് ചെങ്കടലിന്റെ കരയിൽ 40 ലക്ഷത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മിരിയാം നയിച്ച ആരാധനയല്ല. ഈ ലോകം കണ്ടതിലേക്കും ഈ വേദപുസ്തകത്തിലേക്കും ഏറ്റവും ശ്രേഷ്ഠവും ശക്തിയുള്ളതും പ്രഗത്ഭമായ ആരാധന വെളിപ്പെട്ട ഏക സ്ഥലം അത് എവിടെയെന്ന് ചോദിച്ചാൽ, നെബൂഖദ്നേസർ 7 ഇരട്ടി ചൂട് കൂട്ടിയ തീച്ചൂളുടെ കരയിൽ കേവലം 3 പേർ നിന്ന് ആരാധിച്ച ഒരു ആരാധന. കുറിക്കുകൊണ്ടോണം, പ്രൈസ് ദി ലോർഡ്, കുറിക്കുകൊണ്ടോണം. എന്താ ആരാധനയുടെ പ്രത്യേകത? ആരാധനയുടെ പ്രത്യേകത കെമിക്കൽ അപ്ലൈ ചെയ്ത ഫയർ. അവിടെ വിറകല്ല, അവിടെ അപ്ലൈ ചെയ്തത് കെമിക്കലാ, രാസവസ്തുക്കളാ. നിങ്ങൾക്കറിയാം, പേപ്പർ കത്തുന്ന തീയുടെ ശക്തി വേറെ, വിറക് കത്തുന്ന തീയുടെ ശക്തി വേറെ, മണ്ണെണ്ണ കത്തുന്ന തീയുടെ ശക്തി വേറെ, പെട്രോൾ കത്തുന്ന തീയുടെ ശക്തി വേറെ, ഗ്യാസ് കത്തുന്ന തീയുടെ ശക്തി വേറെ, കെമിക്കൽ അപ്ലൈ ചെയ്യുന്ന തീയുടെ ശക്തി വേറെ. എല്ലാം ഡിഫറെന്റാ. കെമിക്കൽ അപ്ലൈ ചെയ്താൽ ആ ശക്തി അടുത്തുള്ളതിനെ കൂടെ നശിപ്പിച്ചു കളയും. ഗ്യാസിന്റെ ശക്തിയൊക്കെ അറിയാം. കോവിഡ് സമയത്ത് നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഞാനും അങ്ങനെ ചില അടക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കോവിഡ് സമയത്ത് ഗ്യാസ് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം കത്തിച്ചു കളഞ്ഞു. അതിന്റെ പ്രത്യേകത എന്നറിയാമോ? എത്ര വർഷം മണ്ണിൽ കിടന്നാലും അലിഞ്ഞു ചേരാത്ത അസ്ഥിയും തലമുടി പോലും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇത്രയുമുള്ള ചാരമായി. എൻ്റെ അടുത്ത ബന്ധത്തിലുള്ള ഒരു വ്യക്തി അങ്ങനെ കടന്നുപോയി. ഇത്രയുമുള്ള ഒരു ചാരമായി അവശേഷിക്കും. അതായിരുന്നു ഗ്യാസിന്റെ ശക്തി. ഈ അസ്ഥി വരെ കത്തി അങ്ങ് തീരും. അപ്പോൾ ഇവിടെ ചൂടിരട്ടി കൂട്ടിയത് ഗ്യാസിന്റെ ശക്തി അല്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ കുക്കിംഗ് ഗ്യാസും ഇലക്ട്രിക് ഗ്യാസിന്റെ കാര്യം, ഇൻഡസ്ട്രിയൽ ഗ്യാസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചൂട് കൂട്ടിയത് രാസവസ്തുക്കൾ അപ്ലൈ ചെയ്ത് 7 ഇരട്ടി ചൂട് എന്ന് പറഞ്ഞാൽ അവന്മാർ വീഴുന്നതിന് മുമ്പ് തലമുടി നാരിടയല്ല അസ്ഥി കഷ്ണം പോലും അലിഞ്ഞു തീരും. ഇത്രയ്ക്ക് ശക്തിയുള്ള തീയുടെ ചൂട്, തീ അവിടെ കത്തി നിൽക്കുക. അതുകൊണ്ട് എറിയാൻ പോയവർ കത്തി തീർന്നത് പെട്ടെന്ന്. ഈ ശക്തി അവരുടെ മുന്നിൽ പല്ലളിച്ച് നിൽക്കുക. അന്യ ആരാധന ശക്തി നെഞ്ചു വിരിച്ചു നിൽക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുന്ന ബാബിലോണിയ അധിപതി നെബൂഖദ്നേസർ സിംഹാസനത്തിൽ അവിടെ വാണരുളുന്നു. ഇവരുടെ മുന്നിൽ കേവലം നമ്മുടെ മക്കളെ പോലെയുള്ള 3 ചെറുപ്പക്കാർ നെഞ്ചു വിരിച്ച് അവിടെ നിൽക്കുമ്പോൾ നെബൂഖദ്നേസർ അവരുടെ മുന്നിൽ വെച്ച ഡിമാൻഡ് ആരാധന വിഷയമാണ്. ആരാധന, അതാ ഞാൻ ഏറ്റവും വലിയ ആരാധന. ഈ ദൈവത്തെ അങ്ങ് വണങ്ങി നമസ്കരിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. അവിടുത്തെ ഓഫർ എന്താണെന്നറിയാമോ? സർക്കാർ ജോലി. സാധാരണ സർക്കാർ ജോലിയല്ല. ഇവർ ഇസ്രായേലിയരായതുകൊണ്ട് ഇവർ മിടുക്കരും യോഗ്യരും കഴിവുള്ളവരുമാ. അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന പദവി ഗവൺമെന്റ് തലത്തിൽ പരമോന്നത പദവി, പരമോന്നത പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവർ ഗവൺമെന്റ് റവന്യൂ ഓഫീസുകളുടെ തലവന്മാരായി മാറാൻ പോകുക. ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പോകുക. അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ അധികാരമുള്ളവൻ ഒപ്പിടാൻ നേരിട്ട് ഇവിടെ വന്നിരിക്കുക. വെച്ച ഡിമാൻഡ്, ഇനി മേലാൽ ഈ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ഈ ചെറുപ്പക്കാർ 3 പേര് തോളോട് തോൾ ചേർന്ന് നിന്ന് അവിടെ നിർത്തിയിരിക്കുന്ന സ്വർണത്തിന്റെ കേളീരംഗമായ ആ മഹാബിംബത്തെ നോക്കി അവർ പല്ലിളിച്ച് കാണിച്ചിട്ട് നെബൂഖദ്നേസറിന്റെ നേരെ അവർ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് 3 പേരും തെറ്റിപ്പോകാതെ ഒറ്റ വാചകത്തിൽ നെബൂഖദ്നേസറിന്റെ മുന്നിൽ നടത്തിയ ഒരു ആരാധന. ഇപ്പുറത്ത് അധികാരമുള്ളവൻ ഇരിക്കുന്നു, അപ്പുറത്ത് അസ്ഥി വരെ ജ്വലിപ്പിച്ച് കളയുന്ന, കത്തിച്ച് കളയുന്ന തീ 7 ഇരട്ടി ശക്തിയിൽ കത്തിയെരിയുന്നു. അപ്പുറത്ത് ലോകത്തിന്റെ അധിപതിയായ ദുഷ്ടപിശാച് പല്ലിളിച്ച് നിൽക്കുന്നു. ഈ 3 ശക്തികളുടെ മുന്നിൽ നിന്നുകൊണ്ട് 3 ബാലന്മാർ ചേർന്ന് പറഞ്ഞു ഒരു ആരാധനയുടെ ശബ്ദം. എന്താ? ചേർന്ന് പറ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അഥവാ ഇന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് മനസ്സില്ലെങ്കിലും രാജാവേ, നീ നിർത്തിയ ഈ അന്യ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അവർ ഉയർത്തിയ നാമത്തിന്റെ പേരാ അവർ ആരാധിക്കുന്ന സർവശക്തൻ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ചില മേലെഴുത്തുകളെ തിരുത്തി കുറിക്കാം, ചില മേലെഴുത്തുകളെ തിരുത്തി കുറിക്കാം. പിശാച് ഒതുക്കിയ ചില മേലെഴുത്തുകളെ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുന്ന പകലായി തീരട്ടെ. ഓ ഹല്ലേലൂയ! വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും ചുവട് വെക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ആത്മീക വിഷയത്തിൽ അകന്ന ഒരു തലമുറയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്.
നമ്മളും നമ്മുടെ തലമുറകളും ഒരു വിഭാഗം അകന്നു നിൽക്കുക. അനുസരണക്കേടിന്റെ ആത്മാവ് വസിക്കുന്ന തലമുറകൾ മാതാപിതാക്കൾ വളരെ ഗൗരവത്തിൽ കാണണം. സേലത്തുനിന്ന് കടന്നു വന്ന ഒരു ദൈവദാസൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു തന്നെ വേദനിപ്പിച്ചു. അദ്ദേഹം പറയുക, അദ്ദേഹത്തെ മിക്ക മക്കൾക്കും ലോക്കൽ ഗാർഡിയനാക്കി വെച്ചിരിക്കുക. ഇവിടുന്ന് പോകുന്ന അപ്പനമ്മമാർ പാസ്റ്റർ ആകുമ്പം കുഴപ്പമില്ല, പാസ്റ്റർ ലോക്കൽ ഗാർഡിയൻ. അദ്ദേഹം പറയും, ഓരോ ദിവസവും അടുത്തുള്ള കോളേജിൽ നിന്ന് ഫോൺ കോൾ വരുമ്പോൾ ഞെട്ടലോടെ എടുത്ത് നോക്കുന്നത്, തുറന്നാൽ എന്താ കേൾക്കുന്നതെന്ന് അറിയത്തില്ല. പാസ്റ്റർ അത് പറയുക, റോഡിലിറങ്ങിയാൽ നേരെ നോക്കാൻ പറ്റത്തില്ല. അതുപോലെ വഷളത്വത്തിന്റെ ആത്മാവ് തലമുറകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ഒരു സമൂഹം നമ്മുടെ ഇടയിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ മക്കളാകാം, തെറ്റിദ്ധരിക്കരുതേ. നമ്മുടെ എന്നാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ എന്നല്ല. നമ്മുടെ മക്കളാകാം, നമ്മളിൽ ഒരാളാകാം. ആരാധനയുടെ ശക്തി ചോർത്തിക്കളഞ്ഞ്, ദൈവകൃപ ചോർത്തിക്കളഞ്ഞ്, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ഒരു സമൂഹമായി പിശാച് നമ്മളെ ഒതുക്കിക്കളയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇനി നമുക്ക് കാത്തിരിക്കുവാൻ കാലമേറെയില്ല. യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വാതിക്കലെത്തി. കാണാതെ കണ്ടതുപോലെ നമ്മൾ നോക്കിയിരുന്ന സുദിനം ഏറ്റവും സമാഗതമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ഉണർവിന്റെ ശക്തിയിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടുന്ന സമയം അതിക്രമിച്ചു. വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ തലമുറകളെ ചേർത്ത് പിടിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു. ഓ റബ ശബ്ദനാധര റികമന. അകന്നു പോയതിനെ ചേർന്ന് നിൽക്കുവാൻ ദൂത് പറയേണ്ടുന്ന സമയം അതിക്രമിച്ചു. ഞാൻ ഇനി പറയുന്നത് വേദനയോടെ പറയുക. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ച സഭയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പാസ്റ്റർമാരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ലോകം മുഴുവൻ പോയി പറയും എന്നൊന്നും ആരും ധരിക്കരുത്. ഇതാരെന്നും എവിടെയൊന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സഹോദരിയുടെ കുഴപ്പം എന്താണെന്നറിയാമോ? ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടി വലുത്, ഒന്നുമില്ലെങ്കിൽ സഭായോഗത്തിൽ കാണും. പാസ്റ്റർ നോക്കുമ്പോൾ ആ സഹോദരി സഭായോഗത്തിലുണ്ടെങ്കിൽ ഓർത്തോണം, ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ലായിരുന്നു. കൊച്ചിനെ മുക്കില്ലായിരുന്നു, വീട് കയറി താമസമില്ലായിരുന്നു, ടൂർ പോകാൻ ആരും വിളിച്ചില്ലായിരുന്നു, ബന്ധു വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണമില്ലായിരുന്നു. പിന്നെന്തുവാ? പി.സി. ചെറിയാൻ പാസ്റ്റർ ഒന്നും പറയത്തില്ല, കാരണം അദ്ദേഹം പറഞ്ഞാൽ ഇവിടുത്തെ പാസ്റ്റർ അല്ലേ. ഞാനങ്ങ് പറയുക, ഞായറാഴ്ച സഹോദരൻ അല്ലെ സഹോദരി വന്നാൽ ഓർത്തോണം, ഇന്ന് വേറെ ഒരു എൻഗേജ്മെന്റും ഇല്ലായിരുന്നു. ഞാൻ ഈ സഹോദരി എന്ന് പറയുമ്പോൾ സഹോദരന്മാരുടെ നേരെയും ഞാൻ വിരൽ ചൂണ്ടുന്നു. പ്രൈസ് ദി ലോർഡ്, വിരൽ ചൂണ്ടുന്നു. ഒന്നുമില്ല. ഇന്നൊന്നും ഇല്ലെങ്കിൽ പിള്ളാരെ ഇന്ന് പരിപാടി ഒന്നുമില്ല, നമുക്ക് സഭായോഗത്തിന് പോയേക്കാം. ഇതായിരുന്നു ആ വീടിന്റെ അവസ്ഥ. കരയാൻ മുന്നില്ല, ആവശ്യം വരുമ്പോൾ ഇടി പറയാൻ മുന്നില്ല, പ്രാർത്ഥനാപേക്ഷയ്ക്ക് മുന്നില്ല. വരുന്ന ഞായറാഴ്ച ഒരു തട്ടുപൊളിപ്പൻ സാക്ഷ്യം. ദൈവം നടത്തി, ദൈവം പരിപാലിച്ചു, കുഞ്ഞുങ്ങൾ ജയിച്ചു, എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം, ഞാൻ വെളിയില്ല, അവിടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഭയങ്കര സാക്ഷ്യമാണ്. പക്ഷേ വല്ലപ്പോഴേ വരത്തുള്ളൂ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ. പ്രാർത്ഥിച്ച് മകൻ കുവൈറ്റിൽ പോയി. കുവൈറ്റിലൊക്കെ പോയി അവൻ ആദ്യത്തെ അവധിക്ക് വന്നു. അവൻ ആദ്യത്തെ അവധിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോൻ വരുന്നോട് പാസ്റ്റർ ഇങ്ങോട്ടൊന്ന് വരണം. ഞങ്ങൾ ചെന്നപ്പോൾ അവൻ ചാടി ഇറങ്ങി വന്നതിനെ കൈയൊന്ന് പാസ്റ്ററെ പ്രൈസ്. ഞാൻ ഞെട്ടിപ്പോയി. ഇവന്റെ കഴുത്തേൽ ഒരു 1.5 കിലോ ഉള്ളൊരു മാല, പെന്തക്കോസ്ത് വിശ്വാസിയാണ്. കയ്യേൽ വലിയൊരു ഒരു 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 ചങ്ങല. പ്രൈസ്തലോ, ഭയങ്കര സ്വീകരണവും. പ്രൈസ്തലോ, ഞാൻ ന്യൂ ജനറേഷനിലൊക്കെ ആയപ്പോൾ ഓക്കെ, നല്ല കാര്യം. അവന്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ 500-ന്റെ നോട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക പോക്കറ്റിൽ. ഓക്കെ, സി യു. നമ്മൾ പിരിഞ്ഞു, എല്ലാം വീട്ടിൽ പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ ഇതേ അമ്മയുടെ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരുവാൻ. നമ്മൾ 2 ദിവസം കഴിഞ്ഞേ പറ്റും, അല്ല ഇന്നൊന്ന് വരണം, ഇന്ന് വന്നേ പറ്റൂ. അപ്പോൾ വലിയ വിഷമത്തില ഓടിച്ചെന്നപ്പോൾ പഴയ സന്തോഷമോകത്തില്ല,
ഒന്നുമില്ല. ഇരുന്നു. പതുക്കെ വന്ന് പറയാ, മോൻ വന്നിട്ടുണ്ട് കേട്ടോ. മോൻ വന്നു. ഞാൻ അവനെ വിളിക്കാം. പുറത്തിറങ്ങുന്നില്ല. ഞാൻ അവനെ വിളിക്കാം. ചെന്ന് അടിക്കുക ഡോറെ. മോനെ, പാസ്റ്റർ വന്നിട്ടുണ്ട്. ഞാനെങ്കിലും വന്നാൽ പുറത്തു വരുമെന്ന് വിചാരിച്ചേ. അമ്മ എന്നെ വിളിച്ച് അന്ന് തന്നെ വരണമെന്ന് പറഞ്ഞേ. വീട്ടുകാർ വിളിച്ചിട്ട് പുറത്ത് വരുന്നില്ല. വന്നിട്ടുണ്ട് ബാ. ഇവൻ വരുമോ? ഞാനൊരു മണിക്കൂർ മേലെ ഇവിടെ ഇരുന്നു. അവസാനം ഈ തള്ളയിട്ട് അടിച്ചടിച്ചടിച്ച് ഇവൻ കഥ തുറന്നു. ഇവൻ കഥ തുറന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഇവന്റെ കഴുത്തേലെ ആ ചങ്ങലയില്ല, കയ്യേലെ ചങ്ങലയില്ല, പോക്കറ്റിൽ അടുക്കി വെച്ച 500 നോട്ടില്ല, ഒരു 5 രൂപ നാണയത്തിന് പോലും ത്രാണിയില്ലാത്തവനായി അവൻ തളർന്നെന്റെ മുന്നിൽ നിൽക്കുക. എനിക്ക് മനസ്സിലായി അക്കിടി എവിടെയോ പറ്റി. സമയം വരെ ഇരുന്നു, പ്രാർത്ഥിച്ചു. ഒന്നും മിണ്ടുന്നൊന്നുമില്ല. പ്രാർത്ഥിച്ചിറങ്ങി. ഞാൻ കാറിന്റെ ഡോർ ഇങ്ങോട്ട് അടയ്ക്കുമ്പോൾ നീളം കുറഞ്ഞ ഈ സഹോദരി എത്തിയ ഡോറയിൽ അങ്ങ് പിടിച്ചു. അവരാ ഡോറയിൽ അങ്ങ് തൂങ്ങി. അടയ്ക്കാൻ സമ്മതിക്കുന്നില്ല. പൊട്ടിക്കരയുക. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എന്തോ സംഭവിച്ചു? ഗൾഫിൽ അവൻ ജോലിക്ക് പോയി. ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗമുണ്ട്. ഇവന്റെ കൂടെ നിൽക്കുന്ന ആരോ ഇവനെ വഞ്ചിച്ചു. ക്രെഡിറ്റ് കാർഡ് വെച്ച് ലക്ഷങ്ങൾ അവർക്ക് വേണ്ടി ഇവൻ പിൻവലിച്ചു കൊടുത്തു. ക്രെഡിറ്റ് കാർഡ് വെച്ച് പണം പിൻവലിച്ച 1 മാസം ആ കാലാവധി. ഇവിടെ ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒളിച്ചൊക്കെ നടക്കാം. അവിടെ അത് പറ്റുമോ? അവർ പിടിച്ചു. രായ്ക്ക് രാമാനെ നാട് കടത്തി. ഒരു GCC കൺട്രിയിൽ ഇനി തിരിച്ചു കയറാൻ പറ്റത്തില്ല. പൊട്ടിപ്പൊളിഞ്ഞു. 5 പൈസ പോലും കയ്യിലില്ലാതെ കയറ്റിവിട്ട് നാട്ടി വന്നിരിക്കുക. ഇനി നമ്മൾ എന്തോ ചെയ്യും? എൻ്റെ വാത്സല്യ ദൈവമക്കളെ, ഞാനും നിങ്ങളും വളരെ ഗൗരവമായി കാണേണ്ടുന്ന ഒരു സമയത്ത് എത്തിയിരിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു അപകടം കണ്ടുവല്ലോ. പുനലൂരിന് സമീപം ഒരു KSRTC ബസിന്റെ പുറകിൽ ഒരു വാനം, ഒരു ജീപ്പ് ഇടിച്ച് അതിന്റെ ടയർ മുഴുവൻ ഊരി തെറിച്ചു പോയി. അവിടെ നിങ്ങൾ കണ്ടില്ലേ? ഭീകരമേറിയൊരു അപകടം. നമ്മുടെ ഒരു വാത്സല്യ മകനായിരുന്നു ആ മകൻ. ഓടിച്ച വാഹനം. നല്ലൊരു പയ്യൻ. അവൻ സഭായോഗത്തിലൊക്കെ വളരെ പെർഫെക്റ്റാണ്. അവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്വർഗം അവനെ ഉള്ളം കയ്യിൽ വഹിച്ചതുകൊണ്ടാണ്. ആ സഭ, ആ കുടുംബം, മാതാപിതാക്കൾ, അവർ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞാൻ എൻ്റെ ദൂതിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. ഞാൻ വളരെ ആവേശത്തോടെ ഇന്ന് പകൽ പ്രസംഗിച്ചത്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽ നമ്മളൊരു സമാപനത്തിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ ശക്തമായി ദൈവസഭയെ ഓർപ്പിച്ചുണർത്തുന്നു. ഒരു മടങ്ങിവരവിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാവരും അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ പുറകോട്ട് വലിക്കുന്ന ശക്തികളെ അതിജീവിച്ചുകൊണ്ട്, ആത്മവീര്യം കെടുത്തുന്ന ശക്തികളെ അതിജീവിച്ചുകൊണ്ട്, വെല്ലുവിളികളുടെ മേൽ ജയം തരുന്ന ദൈവശക്തിയുടെ ഒരു വ്യാപാരം ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ വ്യാപരിച്ച് ശക്തമായ ഒരു മടങ്ങിവരവിന് വേണ്ടി തുനിഞ്ഞില്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ഇന്നത്തെ തലമുറകൾ പതറുമ്പോൾ, എരിയുന്ന തീച്ചൂളയുടെ മുന്നിൽ ആത്മവീര്യം വെളിപ്പെടുത്തുന്ന ഒരു സമൂഹം നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. എത്ര പേർ വിശ്വസിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യും? എന്താ ബാബിലോണിൽ മുഴങ്ങിയ ശബ്ദം? എന്താ? ദൈവം വിടുവിക്കുമെന്ന് അവർക്ക് ഉറപ്പാ. എന്നിട്ട് അവർ പറയുന്ന വാചകം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. എന്നിട്ട് അവരുടെ വാചകം, അഥവാ ഇനിയും നമ്മുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഹല്ലേലൂയ, അവൻ ഞങ്ങളുടെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർ തിറമുള്ളവരായിട്ട് ഇവിടെയുണ്ട്? എത്ര പേർ പ്രാഗൽഭ്യമുള്ളവരായിട്ട് ഇവിടെയുണ്ട്? ഇന്ന് പകൽ വിടുതലിന്റെ ലിസ്റ്റ് ഉയർത്താനില്ലെങ്കിലും, സൗഖ്യത്തിന്റെ ലിസ്റ്റ് ഉയർത്താനില്ലെങ്കിലും, അത്ഭുതങ്ങളുടെ സാക്ഷ്യം പറയാനില്ലെങ്കിലും, എടുത്തു പറയുവാൻ ഒന്നുമില്ലെങ്കിലും, ഈ ദൈവം എന്റെ ദൈവം, ഈ ദൈവം ഇന്നും എന്നേക്കും എന്റെ ദൈവം എന്ന് പറഞ്ഞ് ചേർന്ന് അവന്റെ നാമത്തെ ഉയർത്തുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം ഇന്ന് പകൽ ഇവിടെ എഴുന്നേൽക്കട്ടെ. കരങ്ങളെ അടിച്ച് എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശഖമന റിബല റിബല ഹസ്കനെ പ്രൗഢബല ബല റിഖമന ഹസ്കനാദര റിഖമന പ്രൗഢബല റിബല ബല ബല ബല. ഹല്ലേലൂയ. ഹോറബാബ റിഖാലാദ ഹസ്കരാജ റിഖബാല പ്രൗഢ റിഗല
ജുഡബല റിബല ഹസ്കലെ പ്രൗഢബല. ചില ആശങ്കകൾ മാറട്ടെ, ചില ഭയങ്ങൾ മാറട്ടെ, ധൈര്യം വ്യാപരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടാതെ അധൈര്യത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ. പൈശാചികൻ കവർന്നെടുത്ത ചില ധൈര്യം യേശുവിന്റെ നാമത്തിൽ മടക്കി ലഭിക്കട്ടെ. ഭയത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ, അനാരോഗ്യത്തിന്റെ ശക്തികൾ വിട്ടുമാറട്ടെ. ഓ റിഖാരകലെ പ്രൗഢ. ചേർന്ന് അല്പസമയം ആത്മനിറവോടെ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കുഞ്ഞുങ്ങൾ ചേർന്ന് കർത്താവിനെ അല്പസമയം ആരാധിക്കട്ടെ. കൃപ വ്യാപരിക്കട്ടെ, ബലഹീനതകൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. ദൈവശക്തി ഏറ്റെടുക്കാം. നമ്മുടെ തലമുറകൾ അവർ സംരക്ഷിക്കപ്പെടട്ടെ. അന്യായ പോരുകൾ അവരെ വിട്ട് മാറട്ടെ. ദേശശക്തികൾ അവരെ വിട്ട് മാറട്ടെ. ദൈവ കൃപ നമ്മുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ.